പഞ്ചായത്തിൽ ജനിച്ച് വളർന്ന് ഇവിടെ തന്നെ കല്യാണം കഴിച്ച് സ്ഥിരതാമസാക്കിയ ഒരാളാണ് ഖദീജ ഫസ്ലി. താമസിക്കുന്നത് വാർഡ് 3 അപ്പുമുഖം മരമീൻ്റെ അടുത്തായിട്ട്. സ്വന്തം വീട് വെള്ളപ്പാറ. നമ്മുടെ ദേവസ്വത്തിൻ്റെയൊക്കെ പങ്കജത്തിൻ്റെയൊക്കെ നാട്ടിൽ. അപ്പോൾ എനിക്ക് വലിയൊരു അഭിമാനമായിട്ടാണ് ഈ ഒരു അവസരം. കാരണം വെച്ചാൽ ജില്ലയുടെ പല ഭാഗത്തും ഞാൻ ട്രെയിനിങ്ങിന് തന്നെ വിളിച്ച് പഞ്ചായത്തിൻ്റെ ധനിക പദ്ധതിക്കും മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചില പദ്ധതി ഉള്ള സമയത്തൊക്കെ ഒരു 4-5 വർഷമായിട്ട് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ക്ലാസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ സ്വന്തം നാട്ടിൽ ഇത്രയും നല്ല തേനീച്ച കൃഷിക്ക് ഇത്രയും സാധ്യതകളില്ല. എൻ്റെ ഒരു നാട്ടിൽ എനിക്കൊരു ക്ലാസ് കൊടുക്കാനുള്ളൊരവസരം ഉണ്ടാക്കി തന്ന ഈ റബ്ബർ ബോർഡിനാണ് എനിക്ക് ഏറ്റവും അതിനോടുള്ള കടപ്പാട്. കാരണം നമുക്ക് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ കൃഷി പോലെയല്ല, തേനീച്ച കൃഷിയിൽ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് റബ്ബറിനെ സംബന്ധിച്ച് പറയാം. എനിക്ക് തോന്നുന്നത് റബ്ബർ ബോർഡ് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് റബ്ബർ മാഡം പറഞ്ഞതുപോലെ റബ്ബർ മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ ഇടവിളകൾക്ക് സാധ്യത കുറവാണ്. ചെറിയ തൈകളാകുമ്പോൾ നമുക്ക് എല്ലാ കൃഷിയും അതിൻ്റെ അകത്ത് നടക്കും. പക്ഷേ റബ്ബർ ഏകദേശം ടാപ്പിങ് തുടങ്ങി മരങ്ങൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ അതിൽ മണ്ണിൽ ചെയ്യാനുള്ള ഇടവിളകൾക്ക് സാധ്യത കുറച്ച് കുറവാണ്. പച്ചക്കറി പഴതൊന്നും പിന്നെ നടക്കില്ല, നമുക്കറിയാമല്ലോ. ഞാൻ റബ്ബർ ഉണ്ടായിരുന്ന മുമ്പ് ഇപ്പോൾ സ്ലോട്ടറായി നിർത്തി വെച്ചു. പക്ഷേ ഒരു തെങ്ങ് അതുപോലെ മറ്റുള്ള കൃഷികളുടെ ഇടയിൽ ഇടവിള ചെയ്യുന്നത് പോലെ ഒരിക്കലും നമുക്ക് റബ്ബറിൽ അങ്ങനെയുള്ള കൃഷികൾക്ക് സാധ്യതയില്ല. പക്ഷേ അതിനേക്കാളൊക്കെ വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് തേനീച്ച കൃഷി. തേനീച്ച കൃഷിക്ക് ഏറ്റവും സാധ്യതയുള്ളത് റബ്ബർ തോട്ടങ്ങളാണ്. കാരണം ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്നത് റബ്ബർ മരങ്ങളിൽ നിന്നാണ്. ഏറ്റവും തേൻ ഉൽപ്പാദനം നമ്മൾ വിചാരിച്ച പോലെ തേന് കിട്ടുന്നത് പൂവിൽ നിന്നല്ല കേട്ടോ. റബ്ബറിൻ്റെ പൂവിൽ നിന്നല്ല തേന് വരുന്നത്. റബ്ബറിൻ്റെ 3 ഇല കൂടി ഒരു ഒരു സെൻറ്റർ ഭാഗമുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് തേന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് തേനീച്ചകൾ കൊണ്ടുവന്ന് പെട്ടിക്കകത്ത് ശേഖരിച്ച് വെച്ച് നമ്മളത് വിളവെടുപ്പ് നടത്തുന്നത്. ഒരിക്കലും പൂവിൽ നിന്നല്ല. പൂവിൽ തേനുണ്ടെങ്കിലും അത്ര തേനീച്ചകൾക്ക് എടുക്കാൻ മാത്രമുള്ള തേനൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും തേനീച്ച കൃഷിക്കായിട്ട് ഒരുമിച്ച് എത്ര ആൾക്ക് തേനീച്ച കോളനി ഉണ്ടോയെന്ന് അറിയട്ടെ ആദ്യം. ആരൊക്കെയാണ് ഇതിൽ തേനീച്ചുണ്ട്? ഞങ്ങൾക്ക് നാസമാഷ് 5. എത്ര പഠിച്ചാൽ ഏതാണ്ട് അടിപ്പറമ്പ് പഞ്ചായത്തിലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു താഴേക്കോട് പഞ്ചായത്തിൽ പല തവണയായിട്ട് തേനീച്ച കൃഷിക്കുള്ള സാധ്യതകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അന്ന് വാങ്ങിച്ചവരുമുണ്ട്. പക്ഷെ അത് വേണ്ടമാതിരി ഫോളോ അപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് കർഷകർ കുറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ തേനീച്ച കൃഷിക്ക് വന്നത് 15 വർഷം മുമ്പ് നമ്മുടെ ഈ കൃഷിഭവൻ മുഖേന നമ്മുടെ ഖാദി ബോർഡിൻ്റെ, ഇപ്പോൾ റബ്ബർ ബോർഡിൻ്റെ ഉണ്ട്, അതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ട്, പഞ്ചായത്തിൻ്റെ ഉണ്ട്, അതുപോലെ ഖാദി ബോർഡും തേനീച്ച കൃഷിക്ക് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 16 വർഷമായി മുമ്പായിട്ട് തേനീച്ച കോളനി 4 കോളനി, അതുപോലെ അതിനുള്ള എക്സ്ട്രാക്ടർ, മുഖാവരണി, സ്മോക്കർ പോലത്തെ അതിൻ്റെ ഉപകരണങ്ങളടക്കം നമുക്ക് സബ്സിഡിയിൽ കിട്ടിയൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ആളുകൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. എനിക്കൊരു 3-4 പേരാണ് അന്നത് വാങ്ങാനുണ്ടായത്. ഞാനും വാങ്ങിച്ചു. പിന്നെ അതുപോലെ പക്ഷേ ഈ തേനീച്ച കൃഷിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം ആ സമയത്താണ് ഞാൻ അറിയുന്നത്. തേനീച്ച കോളനി ഇപ്പോൾ നിങ്ങളൊക്കെ വാങ്ങിച്ച പോലെ തേനീച്ച കോളനി വാങ്ങിച്ചു, ഒന്നും അറിയാതെ അത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അതിൻ്റെ ശേഷം ആ ഈച്ചകളൊക്കെ പാറിപ്പോയി. ഈച്ചകൾ പാറിപ്പോയതല്ല, എനിക്ക് തേനെടുക്കേണ്ട സമയം ആയതറിയില്ലായിരുന്നു. ഞാൻ അറിഞ്ഞില്ല തേൻ എപ്പോഴാണ് കിട്ടുകയെന്ന് പോലും എനിക്കറിയില്ല. കിട്ടിയത് തന്നെ ഒരു നവംബർ ഡിസംബർ മാസത്തിലാണ് കോളനി കിട്ടിയത്. ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ തേനുണ്ടാവും എന്നുള്ള വിവരമൊന്നും എൻ്റെ അടുത്തില്ല. തേന് നമ്മളൊക്കെ സാധാരണ നമുക്കാരാ തേന് കൊണ്ട് തന്നിരുന്ന ആദിവാസികളല്ലേ. ആദിവാസികൾ ഇന്നാണ് നമ്മളൊക്കെ തേന് വാങ്ങിച്ചിരുന്നത്. അവരാ അടയോടുകൂടി തേന് കൊണ്ടുവരും. നമ്മൾ പറയും പിഴിയാതെ കൊണ്ടുവരണം. അപ്പോൾ അവർ ആ പാള അല്ലേ, ഒരു പാളയിലാണ് അവർ കൊണ്ടുവന്നത്. ഞാൻ കുട്ടിയാകുമ്പോൾ ഞങ്ങൾ ആദിവാസികൾ, ഞങ്ങൾ അയൽവാസികളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തേന് വേണമെന്ന് ചോദിച്ചിട്ട് വേണ്ടെങ്കിൽ മാത്രമേ അവർ താഴെ റോട്ടിൽ കൂടി പിന്നെ അതുകൊണ്ട് പോകുള്ളൂ. ചീത്ത അറിയും, എനിക്ക് തരാതെ തേന് കൊണ്ട് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആവും ഏതായാലും പൈസ കൊടുത്തിട്ട് വെറുതെ അല്ല. അപ്പോൾ അവരോട് പറയും പിന്നെ പിഴിഞ്ഞു കൊണ്ടുവന്നാൽ ഞാൻ എടുക്കില്ല എന്നുള്ളത്. അപ്പോൾ അവർ പിന്നെ അടയോടുകൂടി തന്നെ ആ പാളയിൽ ആ പാവങ്ങളത് എടുത്തതിൽ കുറേ മണ്ണും കട്ടിയൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അവർ കൂടി വിട്ട കരിയൊക്കെ ഉണ്ടാവും അതിൻ്റെ അകത്ത്. പക്ഷെ അതൊന്നും നമുക്ക് അറിയില്ല. നമ്മളെ കണക്കിൽ എന്താണ് നല്ല തേന് അത് മടയിൽ നിന്നും കുത്തിന്നൊക്കെ
കുറ്റിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ കൊണ്ടുവരുന്ന ഒരു അനുഭവം മാത്രമേ എൻ്റെ തേനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അറിവുള്ളൂ, അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഈ കോളനി എൻ്റെ കൈ കിട്ടുമ്പോൾ. അങ്ങനെ ഈ തേനീച്ചകൾ ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചു. നവംബർ മാസത്തിൽ കിട്ടിയ ഈച്ചകളെ ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചു, കിട്ടിയ സ്റ്റാൻഡൊക്കെ വെച്ചു. ഈച്ചകൾ ഇങ്ങനെ ഒരുപാട് വളരുന്നതൊക്കെ ഞാൻ കണ്ടു. കുറേ അധികം ഈച്ചകൾ ഇങ്ങനെ വന്ന് കൂട്ടിലിറങ്ങുന്നതൊക്കെ കണ്ടു. പക്ഷെ തേനെടുക്കാൻ എനിക്കൊരു വഴിയില്ല. അങ്ങനെ എനിക്ക് കുട്ടിക്കാലത്ത് തേന് തന്നിരുന്ന ആളെ വിളിച്ചുകൊണ്ട് പോകുന്നു. അവരോട് പറഞ്ഞു, എനിക്കിൻ്റെ തേനൊന്നും എടുത്തു തരണല്ലോ ലക്ഷ്മി, ഞാൻ എൻ്റെ പെട്ടിയിൽ തേനുണ്ടെന്ന്. ഞാൻ എടുത്തര താത്താറ്. അവൾ നല്ല 2 ചകിരിയൊക്കെ കുറച്ച് നന്നായിട്ട് ഊതി കുറച്ച് തീരെ മൊരിയൊക്കെ അതിലിട്ട് പിന്നെ ആ അട കട്ട് ചെയ്തിൻ്റെ കയ്യിലെടുക്കുന്നു. അടിയത് വേണ്ട, അത് മക്കളാണ്, അടിയത് എടുക്കേണ്ടത് മക്കളാണ്, മേലെ മാത്രം തേനുള്ളൂ എന്ന് പറഞ്ഞു. ഒക്കെ എടുത്തൊന്ന് ഏതാണ്ട് എനിക്കൊരു 18 കിലോ തേൻ കിട്ടി. 4 പെട്ടിന്ന് കൂടി ആയിട്ട് 18 കിലോ തേൻ അവൾ എടുത്തു തന്നു. നമ്മൾ പണ്ട് ചെയ്തിരുന്ന പോലെ തന്നെ കൈകൊണ്ട് പിഴിഞ്ഞ് അത് അരിയിലൊക്കെ അരിച്ചെടുത്ത് റെഡിയാക്കി 10-15 കുപ്പിയൊക്കെ ഞാൻ റെഡിയാക്കി. പക്ഷെ പിന്നെ നോക്കുമ്പോൾ നമ്മുടെ കൂട്ടിലൊന്നും തേനീച്ചില്ല, തേനീച്ചയൊക്കെ പോയി. അപ്പോൾ എന്ന് വെച്ചാൽ ആ മെത്തേഡാണ് അവർക്ക്, ആദിവാസികൾ തേനെടുക്കുന്നത് ആ മെത്തേഡിലാണ്. അതായത് ഈച്ചകളെ പറത്തി വിടുക, അപ്പം കിട്ടിയ തേൻ കൊണ്ട് പോരുക എന്നുള്ളത്. ഏതായാലും അടുത്ത വർഷം ഞാനൊന്ന് ആലോചിച്ച് നോക്കി, ഇനിയിപ്പോൾ അത് പഠിക്കണമല്ലോ, തേനീച്ചനെ ഇനി 2ാമത് കൊണ്ടുവരുമാണ്, അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഞാൻ നമ്മുടെ പെരിന്തൽമണ്ണുള്ള നമ്മുടെ ഖാദിയുടെ ഷോപ്പുണ്ടല്ലോ, അവിടെ പോയി അവരോട് അന്വേഷിച്ചു. അവരാണല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. എവിടെ നിന്നാണ് നമുക്ക് തേനീച്ച വളർത്താൻ, എനിക്ക് തേനീച്ച വളർത്താൻ കിട്ടിയ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് ഈച്ചനെ വേണം, എവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അവരെനിക്കൊരു നമ്പർ തന്നു. നമ്മുടെ ഇവിടെ വേങ്ങൂരിലൊരു സംസാരം നന്നാണ്. അവരടുത്ത് പോയി. ഞാൻ അവരടുത്ത് വിളിച്ചിട്ട് ഈച്ചനെ തരുമെന്ന് വെച്ചപ്പോൾ തരാൻ വന്നാൽ മതി, പെട്ടി കൊണ്ട് വന്നാൽ മതി. ഞാൻ 4 പെട്ടി കൊണ്ട് പോയി. 4 പെട്ടി തേനീച്ചക്ക് അന്ന് എത്രയാണ് 2400 പോകും. ഈച്ചനെ വാങ്ങി 4 പെട്ടിയിൽ ഈച്ചനെ ആക്കി ഞാൻ പോന്നു. ഈച്ചനെ ആക്കി പോന്നു. ബാക്കി ഒന്നും മൂപ്പർ പറഞ്ഞു തന്നില്ല. അപ്പം ഇനി ഇത് എന്തൊക്കെ ചെയ്യേണ്ട, അത് ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചോ, പിന്നെ തീറ്റയൊക്കെ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു തരും, ഫോണിൽ കൂടി പറഞ്ഞുതരാം. മൂപ്പർ പറഞ്ഞാൽ വിളിച്ചാൽ മൂപ്പർക്ക് ഫോൺ എടുക്കാൻ നേരമില്ല. അപ്പം എനിക്ക് മനസ്സിലായി സംഭവം. കാരണം മൂപ്പർ ഈച്ച ചിലവാകേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഈച്ച കൊണ്ടുവന്ന് ഏതാണ്ട് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഈച്ചനെ ഒന്നും കാണണ്ട, എല്ലാ ഈച്ചയും പോയി. പിന്നെ നോക്കുമ്പോൾ പെട്ടി നിറയെ ഉറുമ്പ. അപ്പോൾ ഈ ഉറുമ്പിൻ ഇതിൽ കയറാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും മൂപ്പർ എനിക്ക് പറഞ്ഞില്ല. അപ്പോൾ പിന്നെ എനിക്കൊരു വാശിയായി, ഇനി ഇത് പഠിച്ചേ പറ്റൂ എന്തായാലും. അങ്ങനെ നമ്മൾ പത്രം വരുന്ന സമയമാണ്, പിന്നെ മാധ്യമം പത്രത്തിൽ ഒരു ഇത് കണ്ടു, ന്യൂസ് കണ്ടു. ആനക്കയത്ത് തേനീച്ച വളർത്തലിൻ്റെ ഒരു ദിവസത്തെ പരിശീലനമുണ്ട്, പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരു ബന്ധപ്പെടുക എന്നുണ്ട്. അങ്ങനെ ആ നമ്പറിൽ വിളിച്ചപ്പോൾ ഒരു ദിവസത്തെ ക്ലാസ്സാണ് ഇതുപോലെ തന്നെ. ഞാൻ പോയി, രാവിലെ പോയി രജിസ്റ്റർ ചെയ്ത് ഞാൻ രാവിലെ പോയി അവിടെ ഒരു ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്ത്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒരു വൈകുന്നേരം വരെ ഈ സാറ് ഒരുപാട് ക്ലാസ് എടുത്ത് വന്നു. അവർ നന്നായിട്ട് എഫേർട്ട് നല്ല ക്ലാസ്സൊക്കെ തന്നെയായിരുന്നു. പക്ഷെ നമുക്കതുകൊണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ല. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ കുറേയൊക്കെ ഉൾക്കൊണ്ട് കുറേയൊന്നും പറ്റിയില്ല. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഫറൂഖിൽ നിന്ന് വന്നൊരു റിട്ടയർഡ് ടീച്ചറാണ് ഇരിക്കുന്നത്. അവരിനോട് ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഒന്നും മനസ്സിലായി. അപ്പോൾ അവരെന്നോട് പിരിഞ്ഞപ്പോൾ പറഞ്ഞു, കോൺടാക്ട് നമ്പർ 2 കൈമാറി എന്നോട് പറഞ്ഞു, ഇനി എവിടെയെങ്കിലും ക്ലാസ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുള്ളൂ, ഞാൻ അറിഞ്ഞ ഫസ്റ്റിനെ വിളിക്കാം. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അവരെന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഹോർട്ടികോർപ്പിൻ്റെ 3 ദിവസത്തെ പരിശീലന പരിപാടി തവനൂർ വെച്ച് നടക്കുന്നുണ്ട്, നാളെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ രജിസ്റ്റർ ചെയ്തിട്ടു, നീ വരുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാനുണ്ടെന്നാൽ ഞാനത് ഇപ്പോൾ തന്നെ നിൻ്റെ നമ്പർ കൂടി കൊടുക്കാം. പിറ്റേ ദിവസം ഒരു അന്ന് ഒരുപാട് പ്രശ്നങ്ങളാണ് എനിക്ക്. പക്ഷേ എനിക്ക് അതൊക്കെ ഞാൻ ഒഴിവാക്കി, അതൊന്നും പിന്നെ മനസ്സിലില്ല. എനിക്ക് തേനീച്ച കൃഷി പഠിച്ചേ പറ്റുള്ളൂ. കാരണം ഞാൻ തുടങ്ങി വെച്ചൊരു കാര്യം എനിക്ക് അറിയാത്തതിൻ്റെ പേരിൽ എനിക്കതിൽ നിന്ന് പിന്മാറാൻ മനസ്സ് വരുന്നില്ല. അങ്ങനെ ഞാൻ ഹോർട്ടികോർപ്പിൻ്റെ ക്ലാസ്സിന് പിറ്റേ ദിവസം പോയി. ആ 3 ദിവസത്തെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത് ഡെയിലി പോയി വരിക, രാവിലെ പോകുക, വൈകിട്ട് തിരിച്ചെത്തുക, ഇതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അങ്ങനെ ആ 3 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ 3 ഉദ്യോഗസ്ഥരാണ് 3 ദിവസം വന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഒരാൾ, രണ്ടാമത്തെ ദിവസം ഒരാൾ, മൂന്നാമത്തെ ദിവസം. അങ്ങനെ അവരുടെ ക്ലാസ് കഴിയുമ്പോൾ നമുക്കൊരു അപ്ലിക്കേഷൻ തന്നവർ, നമുക്ക് ആവശ്യമുള്ളവർക്ക് തേനീച്ച, അതുപോലെ പെട്ടി, അതിൻ്റെ ബാക്കി ഉപകരണങ്ങൾ ഇതെല്ലാം സബ്സിഡി നിരക്കിൽ അവർ തരും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അപേക്ഷ ഫില്ല് ചെയ്ത് കൊടുത്താൽ സാധനം അവർ ഒരാഴ്ച കൊണ്ട് എത്തിക്കുന്നുണ്ട്. ഞാൻ ഏതായാലും എന്ത് ചെയ്തു, ഒരു 5 പെട്ടി തേനീച്ചയും പെട്ടിയോട് കൂടി, അവർ ഈച്ച മാത്രം തരില്ല, കാരണം അവരെ ഒന്നിച്ച് അവിടുന്ന് മത്താണ്ടം ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൊണ്ടുവരുന്നത്. ബോക്സ് ഈച്ചയും അതിൻ്റെ
ബാക്കി സാമഗ്രികൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എനിക്കതൊന്നും വാങ്ങിക്കേണ്ടി വന്നില്ല. ആ 5 കോളനി കൊണ്ട് ആണ് ഞാൻ തേനീച്ച കൃഷി കൃത്യമായിട്ട് ഒരു വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം, അന്ന് തുടങ്ങിയിട്ട് പിന്നെ രണ്ടാമത്തെ പിറ്റത്തെ വർഷം തുടങ്ങിയിട്ട് അതിൻ്റെ ശേഷം ആ 5 തേനീച്ച കോളനിയിലാണ് എൻ്റെ കൃഷിയുടെ തുടക്കം എന്ന് പറയാം. കാറ്റിക്കോടിൻ്റെ തുടക്കമാണെങ്കിലും കൃഷി പഠിച്ച് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തി നിങ്ങൾക്കൊരു ക്ലാസ് എടുത്ത് തരാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ആ 5 തേനീച്ച കോളനിയിലാണ്. അങ്ങനെ പിന്നെ അതിന് ശേഷം പിന്നെ എനിക്ക് മാക്സിമം നമുക്ക് വിജ്ഞാനമാണ് ഏതൊരു കാര്യത്തിനും ആവശ്യമുള്ളത്. എവിടെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പോകും. എത്ര കേട്ടാലും മതിയാവാത്ത ഒരു അവസ്ഥ തേനീച്ച കൃഷിക്ക് വേണ്ടി വന്നു. അങ്ങനെ ഇന്ന് എനിക്ക് തേനീച്ചക്ക് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഞാൻ എൻ്റെ കൃഷിയിൽ നിന്ന് മാറി. അത് വലിയൊരു അഭിമാനമാണ്. ഏകദേശം ഒരു 18ഓളം ട്രെയിനിങ് ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്തു. ഒരു ദിവസത്തെ അല്ല കേട്ടോ, 3 ദിവസത്തെ ട്രെയിനിങ് 18 ട്രെയിനിങ് ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. 18 സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് നിലവിൽ. അതൊരു വാല്യൂ അഡീഷനുണ്ട്, അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇപ്പം എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ എൻ്റെ തുടക്കം പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ, ആരും ഇത് തുടങ്ങി വെച്ചിട്ട് നിങ്ങൾ ആരും ഇതിന് പിന്മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. പിന്നെ തേനീച്ച കൃഷി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രധാന ഒരു പോയിന്റ് കിടക്കുന്നത്, തേനീച്ച കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രപഞ്ചത്തിനോട് കാണിക്കേണ്ട ഒരു കൂറാണ്, ഒരു നിർബന്ധ ഭാഗമാണ് തേനീച്ച എന്ന് പറഞ്ഞത്. മറ്റ് കൃഷിക്ക് ഇല്ല എന്നുള്ളതല്ല, പക്ഷേ തേനീച്ചകളെ നിലനിർത്തൽ നമ്മൾ പ്രപഞ്ചത്തിനോടുള്ള ഒരു ബാധ്യതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പഠനകാലം മുഴുവനായിട്ട് എനിക്ക് തോന്നുന്നത് പ്രപഞ്ചത്തിനോടുള്ളൊരു ബാധ്യതയാണ്. അപ്പം ഞാൻ തേനീച്ച കൃഷി പഠിച്ചെങ്കിൽ മിനിമം ഒരു 50 ആളെങ്കിലും എൻ്റെ നാട്ടിൽ തേനീച്ച കൃഷിക്ക് വരണം എന്നുള്ളത് നിർബന്ധമാണ് എനിക്ക്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ദിവസം മാറ്റി വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ സമയം തരാം കേട്ടോ. അപ്പോൾ തേനീച്ച കൃഷി എന്ന് പറയുന്നത്, നമ്മൾ എന്തിനാണ് തേനീച്ചനെ വളർത്തുന്നത്? നമുക്കെല്ലാവർക്കും ഒരു ഉത്തരമാണല്ലേ, ശുദ്ധമായ തേൻ അല്ലേ, ശുദ്ധമായ തേൻ. അതൊരു പോയിന്റാണ്. തേനീച്ച ശുദ്ധമായ വളർത്തിനോട് തേന് നമുക്ക് കിട്ടും, പക്ഷെ ശുദ്ധമായ തേനെന്ന് നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കിയതാകുമ്പോൾ നമുക്ക് ശുദ്ധമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതോടൊപ്പം തേനീച്ചക്ക് രണ്ട് കാര്യങ്ങളാണ് തേനീച്ചനെ കൊണ്ട്. ഒന്ന്, ശുദ്ധമായ തേന് ഉൽപ്പാദിപ്പിക്കാം. രണ്ടാമത്തത്, നമ്മളുടെ കൃഷിയിലെ വിളവിൻ്റെ വർധനം. നമ്മളെല്ലാവരും കർഷകരാണ്, മറ്റുള്ള എല്ലാ കൃഷി ചെയ്യുന്ന കർഷകരായതുകൊണ്ട് ഈ തേനീച്ച വളർത്തുന്നതോടുകൂടി 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് തേനീച്ച നിന്നുള്ളൊരു വരുമാനം. രണ്ടാമത്, നമുക്ക് നമ്മുടെ കൃഷിയിലുള്ള വിളവിലുള്ള വർധനം. അതെങ്ങനെ സംഭവിക്കണം? അതായത് മനുഷ്യരടക്കം എല്ലാ ജീവജാലങ്ങളും ആണ് പെണ്ണ്, ഈ 2 വർഗ്ഗമാണ് അല്ലേ. മനുഷ്യരടക്കം, അത് കൃഷിയാണെങ്കിലും മനുഷ്യരിൽ എന്താണ് ആണ് പെണ്ണ്, പക്ഷികളാണെങ്കിൽ ആണ് പെണ്ണ്, മൃഗങ്ങളാണെങ്കിലും ആണ് പെണ്ണ്, തേനീച്ചയാണെങ്കിലും ആണ് പെണ്ണ്. തേനീച്ചക്ക് മാത്രം മറ്റൊരു വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കൃഷിയിലും ആണ് പെണ്ണ്. കൃഷിയിൽ എങ്ങനെ ആണ് പെണ്ണ്? അപ്പോൾ മരത്തിലാണും പെണ്ണുണ്ട്, മരത്തിലാണും പെണ്ണുമില്ല, മരത്തിലുള്ള പൂക്കൾ ആണും പെണ്ണുമാണ്. അതായത് ആൺപൂവുണ്ട്, പെൺപൂവുണ്ട്. ഈ ആൺപൂവിനും പെൺപൂവിനും ഇണചേരാനുള്ള സംവിധാനം പഠിച്ച തമ്പുരാൻ കൊടുത്തിട്ടില്ല. മറ്റുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഇണചേരാനുള്ള ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പൂക്കൾ എങ്ങനെ ഇണചേരും? വഴിയില്ല. കാരണം അവർ ജീവനുണ്ടെങ്കിലും ഇരുന്ന ഭാഗത്തു നിന്ന് അവർക്ക് അങ്ങോട്ടോ നീങ്ങാനുള്ള അതിനുള്ളൊരു പ്രാണിയില്ല. പക്ഷേ ആ ഭാഗം ക്ലിയർ ആക്കുന്നത് നമ്മുടെ തേനീച്ചകളാണ് ആ ഒരു കർത്തവ്യം ഈ പൂക്കളിലൂടെ നിർവഹിക്കുന്നത്. എന്തിനു വേണ്ടി? ആ ആൺപൂവിന് അത് തേനീച്ച പോണത്, ആൺപൂവിൽ പോണത് അതിന് തേനും പൂമ്പൊടിയും ശേഖരിക്കാനാണ്. അതിൻ്റെ ഭക്ഷണം തേനും പൂമ്പൊടിയാണ്. അപ്പോൾ ഈ തേനും പൂമ്പൊടിയും ശേഖരിക്കാൻ വേണ്ടി ഈ തേനീച്ച ഈ ആൺപൂവിൽ പോകുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ മൊത്തം ഒരുതരം രോമങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് കണ്ണോട് ശരിക്കത് കാണാൻ കഴിയില്ല. മൈക്രോസ്കോപ്പിലോടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അതിൻ്റെ കാലിലൊക്കെ ഒരുതരം പഞ്ഞി പോലെ ഒരു രോമങ്ങളുണ്ട്. അത് ഈ പൂവിൽ കൂടിയാണ് കയറി പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അതിലൊക്കെ അതിൻ്റെ ശരീരത്തിൽ മൊത്തം ഈ പൂമ്പൊടി കൂടിയാണ് കയറി വരുന്നത്. പിന്നെ അതൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അതൊക്കെ ചുരണ്ടിയെടുത്ത് അതിൻ്റെ കൈകൾ കൊണ്ട് ഒക്കെ
ക്ലിയർ ആക്കി എടുത്തിട്ട് അതിൻ്റെ കാലിൽ ഒരു സോക്സ് ഉണ്ട്, 2 കാലിൽ ഒരു ചെറിയ 2 സോക്സ് പോലത്തെ ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിക്കകത്ത് അതിൻ്റെ സൂചിയും കൊണ്ട് അവർക്ക് അതിൽ പിന്നെ ചുറ്റി നിറച്ച് പിന്നെ നേരെ കൂട്ടിലേക്ക് പോവുക. അല്ല, നേരെ പോണത് അടുത്ത പൂവിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗങ്ങൾ, ഈ പൂമ്പോടുന്ന ഭാഗങ്ങളൊക്കെ അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാവുമല്ലോ. അത് എന്തായി അടുത്ത് പോണത് പെൺപൂവിൽക്ക. അതേ മരത്തിൻ്റെ തേനീച്ച മാത്രമാണ് ആ ഒരു കർമ്മം ചെയ്യുന്നത്. അതായത് മറ്റ് ഷഡ്പദങ്ങളൊക്കെ ഇപ്പോൾ ഈ പരാഗണത്തിനുണ്ടെങ്കിലും ഇപ്പോൾ ഒരുപാടുണ്ട് അല്ലേ. തേനീച്ച മാത്രമൊന്നുമല്ല, പൂമ്പാറ്റകൾ, ചെറിയ വണ്ട്, എല്ലാം ഒരുപാട് ഐറ്റം പ്രാണികൾ തേൻ പിന്നെ നമുക്ക് കാണാം ഫ്ലവറിൽ പോയിരിക്കുന്നത്. പക്ഷേ തേനീച്ചകൾക്ക് മാത്രം മറ്റൊരു ബുദ്ധി പഠിച്ചോ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? ഒരു മരത്തിൻ്റെ ഒരു ആൺപൂവിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് അന്വേഷിക്കുന്ന അതിൻ്റെ ആ മരത്തിൻ്റെ പെൺപൂവ് എവിടെയാണ്, ആ മരത്തിൻ്റെ തന്നെ പെൺപൂവ് എവിടെയാണ്. അത് മറ്റൊന്നും ചെയ്യൂല, മറ്റുള്ള ഷഡ്പദങ്ങളൊന്നും അത് ചെയ്യുന്നില്ല. അവർക്ക് തോന്നിയ മാതിരിയാണ്. അവർ ആദ്യം മത്തനിൽ പോയിരിക്കും, പിന്നെ കുമ്പളങ്ങിൽ പോയിരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പടലങ്ങളുടെ പൂവുണ്ടെങ്കിൽ അതിൽ പോയിരിക്കും. അവർക്കൊന്നും അങ്ങനെ കൃത്യതല്ല. പക്ഷെ തേനീച്ചകൾക്ക് മാത്രം അത് അന്വേഷിക്കുന്നത് ഞാൻ എനിക്ക് കിട്ടിയ ഈ പൂങ്കോട്ടിൻ്റെ പെണ്ണ് എവിടെയാണ്. അപ്പോൾ അതെങ്ങനെ കിട്ടി? നമുക്ക് വേണ്ടി നമുക്കിതെല്ലാം ഒരുക്കി തന്ന നാഥനാണ് അതിന് ഈ ബുദ്ധി കൊടുത്തത്. അല്ലെങ്കിൽ അതും അതേമാതിരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വളവൊന്നും ഇങ്ങനെ ആവില്ല. അപ്പം എന്തായി, ആൺപൂവിൽ പോയിരുന്ന് ആ പൂമ്പൊടിയോടുകൂടി അത് പെൺപൂവിൽ പോയിരിക്കുന്നതോടുകൂടി എന്തായി, അവിടെ പരാഗണം നടന്നു. ആ പരാഗണം നടന്നിട്ടില്ലെങ്കിൽ ആ പെൺപൂവ് അതേപോലെ പൊഴിഞ്ഞു വീഴുകയാണ്, കായായിട്ട് വരുന്നില്ല. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, ചില കായ്കൾ വിരിയാതെ തന്നെ പൊഴിഞ്ഞ് പോണത് കണ്ടിട്ടുണ്ടാവും. അത് പരാഗണം നടക്കാതെ പോണതിൻ്റെ ഒരു പ്രധാന കാര്യം. അപ്പം നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളെല്ലാവരും മറ്റുള്ള കൃഷി ചെയ്യുന്നവരാണെങ്കിൽ, മറ്റെല്ലാ കൃഷിയുണ്ടെങ്കിൽ അതോടൊപ്പം നമ്മൾ ഒരു പെട്ടി തേനീച്ച അതിൻ്റെ കൂട്ടത്തിൽ വേണമെന്ന് നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ കണക്കൂട്ടണം. എങ്കിലേ നമ്മുടെ ഈ കൃഷിയിൽ വിളവിൽ വർധന വരുള്ളൂ. ഒരു മത്തനെ നമുക്ക് പൂട്ടും, അതിൻ്റെ ആൺപൂവുണ്ട് പെൺപൂവുണ്ട് നമുക്കൊക്കെ കാണാം അല്ലേ. ആൺപൂവിനും പെൺപൂവിനും നമ്മൾ തിരിച്ചറിയുമല്ലോ. മത്തൻ്റെ പെൺപൂവിൻ്റെ പിന്നിൽ മത്തനുണ്ടാവും, മത്തൻ്റെ ചെറിയ പീസ് ഉണ്ടാവും, ആൺപൂവിന് അത് ഉണ്ടാവില്ല. അതുപോലെ കുമ്പളം, ഏത് പൂക്കൾ എടുക്കുകയാണെങ്കിലും മനസ്സിലാവും. ചില പൂക്കൾ മാത്രമേ അത് കൊഴിഞ്ഞ് പോയിട്ട് പിന്നെ മാത്രം അത് പുറത്തേക്ക് വരുന്ന. മാവൊക്കെ അങ്ങനെയാണ്, മാങ്ങയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പൂ കൊഴിഞ്ഞ് പോയിട്ട് പിന്നെയാണ് അത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ശരി, ഈ തേനീച്ച ഈ ആൺപൂവിൽ പോയിരുന്ന് വീണ്ടും പെൺപൂവിൽ പോയിരുന്ന് അങ്ങനെയാണ് ആ പരാഗണത്തിൽ കൂടിയാണ് നമ്മുടെ കൃഷിയൊക്കെ നമുക്ക് പിന്നെ ഇപ്പം നമ്മൾ എന്ത് കൃഷി ചെയ്യുമ്പോഴും നമുക്കത് കായ് പറിക്കാനും കൂടുതൽ പിന്നെ വിളവ് കിട്ടുന്നത്. അതിൽ തെങ്ങിൽ ഏകദേശം 30%. തെങ്ങിൻ്റെ നമുക്കിപ്പോൾ തേനീച്ചയൊന്നും ഇല്ലാത്ത പ്രദേശത്തു നിന്ന് പിന്നെ കിട്ടുന്നതിൻ്റെ 30% വർധനവ് തെങ്ങിൽ കാണാനുണ്ട്. കാപ്പിയാണ് ഏറ്റവും കൂടുതൽ, കാപ്പിയിൽ 60%. എൻ്റെ അനുഭവത്തിൽ ഞാൻ തെളിഞ്ഞത്. അതെനിക്ക് കാപ്പിച്ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ തേനീച്ചപ്പെട്ടി ഇരിക്കുന്ന ഭാഗത്താണ് കാപ്പി ഉണ്ടായിരുന്നത്. ഏകദേശം നന്നായിട്ട് കായ പിടിച്ചു, നന്നായിട്ട് കായ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു ഓഫീസർ വന്നപ്പോൾ ചോദിച്ചു എന്നോട്, അപ്പോൾ കാപ്പി എത്ര വർഷമായി പ്രായമായി വന്നപ്പോൾ ഈ പ്രായത്തിൽ ഇത്രയും കായ കാണാറില്ല എന്നോ. അപ്പോൾ അതിൻ്റെ കാര്യം ഇതന്നെ, തേനീച്ച കൂടുതലുള്ളതുകൊണ്ട് പരാഗണം കൂടുതൽ നടക്കുന്നുണ്ട്, അതുകൊണ്ട് കായ്പിടുത്തം കൂടുതലായിട്ട്. അപ്പോൾ തേനീച്ച കൃഷിയിൽ നമുക്ക് ശുദ്ധമായ തേനും അതുപോലെ തന്നെ നമ്മളെ ഈ പരാഗണം, അതായത് കൃഷിയിലുള്ള വിളവിൻ്റെ വർധനവ്, ഈ 2 കാര്യമാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത്. നമ്മൾ തേൻ എടുത്തിട്ടില്ലെങ്കിലും നമുക്ക് നഷ്ടമില്ല അല്ലേ, തേൻ കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് നഷ്ടമില്ല. നമ്മൾ ശത്രുവായിട്ടുള്ള ഒരു അയൽവാസി തൊട്ടടുത്തുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിലുള്ള തേനീച്ചയാണ് അവന് ഉപകാരപ്പെടുന്നത്. തേനീച്ചക്ക് ഇല്ലല്ലോ ആരെ പറമ്പ് ആരെ പൂവെന്നില്ല, അത് കൂട്ടിന്ന് പുറത്തിറങ്ങണു, അത് ആരെ പൂവിലും ആരെ പറമ്പിലും പോയി തേനോട് പൂമ്പോടി എടുത്തിട്ട് അത് തിരിച്ചു വരും അങ്ങനെ. അപ്പം ഇനി തേനീച്ച കൃഷിയുടെ അടിസ്ഥാന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് തേനീച്ചയുടെ കുടുംബം എന്താണ്, തേനീച്ചയുടെ ജീവിത ചക്രം എങ്ങനെയാണ്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആണ് പെണ്ണ് ഈ 2 വിഭാഗമാണ് നമുക്ക് ജീവജാലങ്ങൾക്കുള്ളത്. മനുഷ്യരടക്കമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഈ ആണ് പെണ്ണ് എന്നുള്ള 2 ഇതിലാണ് കിടക്കണമെങ്കിൽ തേനീച്ചയിൽ അത് 3ആണ്. തേനീച്ച കൃഷിയിൽ തേനീച്ച കുടുംബത്തിൽ അത് 3 അംഗങ്ങളാണ്. അതെങ്ങനെ? ഒന്ന് ആണീച്ച, ഒന്ന് പെണ്ണീച്ച, ഒന്ന് റാണീച്ച. റാണി പെണ്ണാണെങ്കിലും പക്ഷെ അവളുടെ ജോലി വേറെയാണ്, പെണ്ണിൻ്റെ ജോലിയല്ല. പിന്നെ അവളുടെ ജോലി
മറ്റൊന്നാണ്. അങ്ങനെ തേനീച്ച കോളനിയിൽ മാത്രമാണ് ലോകത്ത് ഈ ഒരു 3 ഘട്ടം കാണുന്നത്. ബാക്കി ഒന്നിലും അതില്ല. ജീവനുള്ള ഒന്നിനും ആണും പെണ്ണും കഴിച്ചാൽ പിന്നെ മൂന്നാമത്തെ ഒന്നുമില്ല. പക്ഷെ തേനീച്ച കോളനിയിൽ മാത്രം ഈ 3 അംഗങ്ങളാണ്. അപ്പോൾ മെയിൻ ഒരു തേനീച്ച കോളനിയുടെ പ്രധാനപ്പെട്ട കൂടിൻ്റെ എല്ലാമാണ് റാണി ഈച്ച. റാണി ഈച്ച പെണ്ണാണ്. റാണിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യം ഒരു കൂട്ടിൽ ഒറ്റൊരു റാണി ഉണ്ടാവും. ഏകദേശം തേൻ ഉൽപ്പാദന സമയത്ത് 35,000-ഓളം ഈച്ചകൾ ഉണ്ടാവും. ഏതാണ്ട് ഒരു കൂട്ടിൽ 35,000-ഓളം ഈച്ചകൾ ഉണ്ടാവും. അതിൽ റാണി ഒന്നേ ഉണ്ടാവും, ഒരു റാണി ഈച്ച. വേലക്കാരി ഈച്ചകളാണ് കൂടുതലുണ്ടാവുക. ആണീച്ചയും വളരെ കുറഞ്ഞ ഏകദേശം 10% ആണീച്ചകൾ, ബാക്കി 90% വേലക്കാരി ഈച്ചകൾ. പെണ്ണീച്ചകൾ എന്ന് പറയുമ്പോൾ അവരുടെ ജോലി, ആ വേലക്കാരി എന്ന് പേര് വന്നത് തന്നെ അവർക്ക് ജോലി ചെയ്യാനുള്ളവരാണ്. ജോലി ചെയ്യുന്നത്, കൂടുതലെല്ലാ ജോലിയും ചെയ്യുന്നത് വേലക്കാരി ഈച്ചകളാണ്. റാണിയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ മുട്ട ഇടുക എന്ന് മാത്രം. അതായത് ആ കൂടിന് എത്ര അംഗങ്ങൾ വേണം എന്നുള്ളത് ആര് പറയും പോലെ, വേലക്കാരി ഈച്ചകൾ പറയുന്നത് പോലെ മുട്ടയിടുക. അല്ല റാണിക്ക് തോന്നിയ മാതിരി മുട്ടയൊന്നുമില്ല. റാണി മുട്ട ഇട്ടുകൊണ്ടേ ഇരിക്കൊന്നുമില്ല. പക്ഷെ വേലക്കാരി ഈച്ചകൾ നിർദ്ദേശം കൊടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള മുട്ട ഈ റാണി ഈച്ച കൂട്ടിൽ ഇട്ട് വെക്കും. എത്ര മുട്ട? ഇപ്പോൾ സാധാരണ ഒരു കോഴി ഒരു മുട്ട ഇടും ഒരു ദിവസം അല്ലേ? മിക്കവാറും അല്ലെ കാട മാത്രം എനിക്ക് തോന്നുന്നത് ഞാൻ കേട്ടത് 18 മണിക്കൂറിൽ മുട്ട ഇടുന്നു. മറ്റേതൊക്കെ 24 മണിക്കൂറാണ് അല്ലേ? മറ്റേ പക്ഷികളൊക്കെ ബാക്കിയൊക്കെ 24 മണിക്കൂർ. കാട അറിയില്ല കേട്ടോ, കാട 18 മണിക്കൂറോടൊന്നും പറയുന്നു, നമ്മൾ റിസർച്ച് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ അതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ തേനീച്ച കോളനിയിലത്തെ റാണി 800 മുതൽ 1500 മുട്ട ഒരു ദിവസത്തെ മുട്ടോൽപാദനത്തിൻ്റെ കണക്കാണ്. 800 മുതൽ 1500 മുട്ട വരെ റാണിക്ക് ഒരു ദിവസം ഇടാനുള്ള കഴിവുണ്ട്. 5 സെക്കൻഡിലൊരു മുട്ട. 5 സെക്കൻഡിലൊരു മുട്ട വെച്ചിട്ട് 24 മണിക്കൂറിനിടയിൽ 1500 വേണമെങ്കിൽ ഇടാം. അത് അവർ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച്. വേലക്കാരിച്ചകൾ പറയുന്നു നീട്ടോ മുട്ട ഇട്ടോ എന്ന് പറയുന്നതനുസരിച്ച് അവൾ ഇങ്ങനെ മുട്ട എല്ലാവർക്കും തേനിൻ്റെ അറ കണ്ടിട്ടുണ്ടോ? എല്ലാവരും തേനീച്ച ഇല്ലാത്തവരൊക്കെ തേനറ കണ്ടിട്ടില്ലേ? കുഞ്ഞു ഹോള് കണ്ടിട്ടില്ലേ? ആ കുഞ്ഞു ഒരു ഷീറ്റിൽ തന്നെ എത്രയോ മുട്ട ഇടാനുള്ള സ്പേസ് ഉണ്ട്. നമ്മൾ തേന് നിറക്കാനും ആ ഷീറ്റ് തന്നെയാണ്. അതുപോലെ പിന്നെ മുട്ട ഇടാനും റാണിക്ക് മുട്ട ഇടാനും അതേ ഹോൾ തന്നെയാണ്. അപ്പോൾ ആ ഹോളിൽ കൂടി ഇങ്ങനെ നമ്മൾ കൂട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവൾ ഇങ്ങനെ നടന്ന് ഓരോ കുഴി കാണുമ്പോൾ അതിലൊന്ന് വട്ടം തിരിഞ്ഞ് നോക്കി അതിലൊരു മുട്ടിട്ടിട്ട് നേരെ 5 സെക്കൻഡ് ആകുമ്പോൾ അടുത്ത ഹോളിൽ പോയിട്ട് അവിടെ മുട്ടിട്ട്, അങ്ങനെ അടുത്ത 5 സെക്കൻഡ് ആകുമ്പോൾ അടുത്ത ഹോളിൽ പോയി മുട്ടിട്ട്, അങ്ങനെ 24 മണിക്കൂറും മുട്ട ഇടുക എന്നുള്ളൊരു ജോലി. പക്ഷെ ആ മുട്ട ഇടുന്നത് അവരുടെ നിർദ്ദേശം അനുസരിച്ച്, അതായത് നമ്മുടെ വേലക്കാരീച്ചകൾ പറയുന്നതിനനുസരിച്ചിട്ടുള്ള മുട്ട അതായത് ഈ തേനീച്ചകളുടെ ജീവിത ചക്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഈ 12 മാസക്കാലത്തിൽ അതിനെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 കാലഘട്ടമാണ് തേനീച്ചകൾക്ക്. 3 ഞാൻ സ്പീഡാക്കുന്നുണ്ട്, എഴുതാൻ പറ്റുന്നില്ല എന്നൊക്കെ. അങ്ങനെ കുറേ പറയാനുള്ളത് കൊണ്ട് മെല്ലെ പറഞ്ഞു പോയാൽ തീരുമില്ല. അപ്പോൾ ഈ 12 മാസത്തെ ഈ ഒരു വർഷത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അവർ ജീവിത ചക്രം എന്ന് പറഞ്ഞാൽ 3ആക്കി തിരിച്ചിട്ടുണ്ട്. 4, 3, 12, അതായത് 4 മാസം എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ആദ്യത്തെ ജനുവരി മാസം മുതൽ ഏതാണ്ട് ഏപ്രിൽ മെയ് മാസം ലാസ്റ്റ് വരെ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. പക്ഷെ ജനുവരി നമ്മൾ അതിനെ ഇങ്ങോട്ട് പുറത്തെ കാര്യത്തിൽ കൂട്ടുന്നുണ്ട്. പക്ഷെ 4 മാസമാണ് നമ്മുടെ വിളവെടുപ്പ് കാലം. തേനിൻ്റെ ഉൽപ്പാദന കാലം 4 മാസം എന്ന് കണക്ക് കൂട്ടാം. അത് ചിലപ്പോൾ 3.5 മാസം കിട്ടാവും, ചിലപ്പോൾ 4.5 മാസം അങ്ങോട്ടാവും. അപ്പോൾ കാലാവസ്ഥക്ക് അനുസരിച്ച് തന്നെ നമ്മളിപ്പോഴത്തെ മഴയുടെയും വെയിലും അതിനനുസരിച്ച് തന്നെ അങ്ങനെ വേണമെങ്കിൽ കണക്ക് കൂട്ടാം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാലം ഉൽപ്പാദന കാലം കേട്ടോ. ജനുവരി ടു മെയ് മാസം വരെ ഉൽപ്പാദന കാലം. ഏപ്രിൽ വരെ എന്ന് പറയാം, അല്ലെങ്കിൽ മെയ് വരെ എന്ന് പറയാം. ഉൽപ്പാദന കാലം എന്ന് പറയുമ്പോൾ നമ്മൾ തേന് നമുക്ക് പിന്നെ വിളവെടുപ്പ് കാലം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെയ് മുതൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെ ക്ഷാമകാലം എന്ന് പറയുമ്പോൾ പട്ടിണിക്കാലം. ഭക്ഷണമൊന്നും ഇല്ലാത്ത കാലം. ഭക്ഷണം ഇല്ലാത്ത കാലം ആയത് എങ്ങനെ? അതാരെങ്കിലും ഓർക്കുന്നുണ്ടോ?
അല്ലല്ല, ക്ഷാമ അവർക്ക് ക്ഷാമ ആക്കിയത് നമ്മളാണ്. അവരെ തേനൊക്കെ നമ്മൾ അടിച്ചു മാറ്റി അല്ലേ? ഏപ്രിൽ മെയ് വരെയുള്ള തേനൊക്കെ എന്ത് ചെയ്തു? നമ്മൾ വിരുദ്ധന്മാരായി. അല്ല, നമ്മൾ വിരുദ്ധന്മാരായി. ഓല എടുത്ത് വെച്ചത് നമുക്ക് വേണ്ടിയിട്ടല്ല, അത് നമ്മൾ അടിച്ചു മാറ്റി. അങ്ങനെ അവർക്ക് പട്ടിണിക്കാലം നമ്മളാക്കി, നമ്മളവർ പട്ടിണിക്കാലത്തേക്ക് ആക്കി. അപ്പം പിന്നെ മെയ് ഏപ്രിൽ ജൂൺ മുതൽ ഏതാണ്ട് ഡിസംബർ വരെയുള്ള കാലഘട്ടം അവരുടെ ക്ഷാമകാലം എന്ന് പറയുമ്പോൾ അവർക്ക് മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പൂവില്ല. നല്ല മഴയൊക്കെ അവർക്ക് പറക്കാൻ കഴിയില്ല. ചിറകിന് നനവായി കഴിഞ്ഞാൽ അവർക്ക് പറക്കാൻ കഴിയില്ല. കൂട്ടുന്നവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. നല്ല ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ശരിക്കും കഷ്ടമാണ് തേനീച്ചകൾക്ക്. കാരണം നിൽക്കാത്ത മഴയല്ലേ ഇന്ന്. 15 ദിവസമൊക്കെ മഴ നിൽക്കാതെ പെയ്ത് കഴിഞ്ഞ ആഴ്ചകൾ അവസ്ഥ ആലോചിച്ച് നോക്കി. പട്ടിണി തന്നെ, ശരിക്കും പട്ടിണി തന്നെ. പക്ഷെ എന്തുണ്ട് ആ സമയത്ത് നമ്മളെ കോളനി ആയതുകൊണ്ട് കയ്യിൽ കൂട് നമ്മളതായതുകൊണ്ട് നമ്മളവർക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ജീവിച്ചു പോകുന്നത് മാത്രം. അപ്പം അവർ ഈ ക്ഷാമകാലത്തേക്ക് കരുതി വെക്കണേ. നമ്മളെക്കാളൊക്കെ ബുദ്ധിയുള്ള ജീവികളാണ് തേനീച്ചകൾ. നമുക്കങ്ങനെ മുൻകരുതലൊന്നും ഇല്ലല്ലോ അല്ലേ? ഇന്ന് കിട്ടിയ എന്നാൽ ചിലവാക്കുന്ന ബാക്കി നാളെ നോക്കാമെന്നത്. പക്ഷെ തേനീച്ചകൾ അങ്ങനെയല്ല, അവർക്ക് ഭയങ്കര മുൻകരുതലാണ്. അപ്പോൾ ആ ക്ഷാമകാലത്തേക്ക് അവർക്ക് വേണ്ടി ശേഖരിച്ച് വെക്കുന്ന തേനാണ് നമ്മൾ വിരുദ്ധന്മാരായിട്ട് നമ്മൾ അടിച്ചു മാറ്റിയിരിക്കുന്നത്. ആ സമയത്ത് നമ്മളൊരു തീറ്റ കൊടുക്കാം. അപ്പോൾ ഈ ക്ഷാമകാലം ജൂൺ മുതൽ ഡിസംബർ വരെ ആണെങ്കിലും അതിൽ ഓഗസ്റ്റ് മുതൽ സമയത്തിനൊരു വ്യത്യാസമുണ്ട്. വളർച്ചാകാലം, തേനീച്ചകളുടെ വളർച്ചാകാലം. അപ്പം ആ സമയത്താണ് ആ സമയം മുതലാണ് റാണിക്ക് ഒരു നിർദ്ദേശം കൊടുക്കുന്നത്. ആര്? വേലക്കാരി ഈച്ചകൾ. മുട്ട കുറച്ചൊക്കെ കൂടുതലിട്ടോ നമുക്ക് നമ്മളെ പിന്നെ നമ്മൾ സീസൺ വരാൻ പോവുകയാണ്. സീസൺ വരുന്നത് എപ്പോഴാണ്? ജനുവരി മുതൽ ഡിസംബർ ജനുവരിയിലാണല്ലോ പൂക്കളൊക്കെ ഉണ്ടാകുന്നത്. പൂക്കളൊക്കെ വിരിയുന്നതും അപ്പോൾ റബ്ബറിൻ്റെ ഇല കൊഴിഞ്ഞു പോയിക്കൊണ്ടും തളിര് വന്ന് ആ ഇലയിൽ നിന്ന് തേന് കൂടുതൽ കിട്ടുന്ന കാലത്തേക്ക് വേണ്ടിയിട്ട് അപ്പോൾ റാണിക്ക് അവർ നിർദ്ദേശം കൊടുക്കാം, പിന്നെ മുട്ട കൂടുതൽ ഇട്ടോന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഈ ഓഗസ്റ്റ് മുതൽ റാണി മുട്ട ഇട്ട് തുടങ്ങും. കൂടുതൽ മുട്ട ഇട്ട് തുടങ്ങും. അങ്ങനെ മുട്ട ഇട്ട് ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്ക് ഏകദേശം ഉണ്ടായി കൂട് നിറഞ്ഞു വരും. ഈച്ചകൾ കൂടിങ്ങനെ നിറഞ്ഞു വരും. ഇപ്പം കൂട് നിറഞ്ഞായിരിക്കണത്. അപ്പോൾ കഴിഞ്ഞ തവണത്തിൽ നമ്മുടെ ഓഗസ്റ്റ് മുതൽ നമ്മളെ പരിചരണം കൊണ്ട് നമ്മളിപ്പോൾ കൂട് നിറഞ്ഞിരിക്കും. അപ്പോൾ തേനുള്ള വന്നുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ തേൻ എടുത്ത് തുടങ്ങി എല്ലാവർക്കും. പക്ഷേ ഇനി ജൂൺ ജൂലൈ ആകുമ്പോഴേക്ക് അത് മാറും. ഈച്ചകളൊക്കെ അവരിന്ന് പിന്നെ ഇല്ലാതെ ആകും. അപ്പോൾ തേനീച്ചകളുടെ ആയുസ് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ കാലഘട്ടം നമ്മൾ തേനീച്ചക്കൂടിൻ്റെ ഈ കാലഘട്ടം നോക്കി വേണം നമ്മൾ തേനീച്ച കർഷകർ ഈ തേനീച്ചനെ നമ്മൾ പരിചരിക്കാൻ. അപ്പോൾ ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെ, ഏപ്രിൽ മെയ് മാസം വരെ പിന്നെ ഉൽപ്പാദന കാലമാണ്. അപ്പോൾ നമ്മൾ തേനെടുത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് തേനെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അത് കൂട്ടത്തിൽ നമ്മളവർക്ക് തേനുണ്ടാക്കാനുള്ള അതിൻ്റെ ഫൗണ്ടേഷനായിട്ട് മുകൾ ഭാഗത്തെ കട വെച്ച് കെട്ടി കൊടുക്കുന്നതൊക്കെ സമയമാണ്. അപ്പോൾ അവർക്ക് തീറ്റയൊന്നും നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തേൻ വന്നു തുടങ്ങി. അതുകൊണ്ട് ഇഷ്ടംപോലെ അവർക്ക് തീറ്റ കഴിക്കണം. അവർ കഴിച്ചതിൻ്റെ ബാക്കിയാണ് നമുക്ക് തരുന്നത്. അവരിപ്പോൾ കഴിച്ച് ഇട്ട് പിന്നെ തീരാത്തതാണ് നമുക്കിപ്പോൾ അവരിപ്പോൾ കൂട്ടിൽ കളക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഉൽപാദന കാലം വരുമ്പോഴേക്കും നമ്മൾ ഈ കൂടിനെ പരിചരിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട്. അപ്പോൾ അതിനെ അവിടെ ഇരിക്കട്ടെ. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇനി ഒരു തേനീച്ചയുടെ ആയുസ് അപ്പോൾ ഞാൻ പറഞ്ഞു. റാണി 1500 മുട്ട ഇടുന്നുണ്ട്. റാണി 800 മുതൽ 1500 മുട്ട ഇടുമെന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. അപ്പോൾ ഈ ഒരു ദിവസം 1500 മുട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവരെവിടെ നിൽക്കുകയെന്നല്ലേ? ശരിയാണ്. 1500 മുട്ട ഇട്ട ഡെയിലി 1500 മുട്ട ഇട്ട 15 ദിവസം ആകുമ്പോൾ എത്രയായി? 15000. 10 ദിവസം ആകുമ്പോൾ 15000 മുട്ടയായി. ഒരു മാസം ആകുമ്പോഴത്തിന് എത്രയായി? 1.5 ലക്ഷം മുട്ട അല്ലല്ലേ? 3 അല്ല, അത് 45,000 ഈച്ചയായി. അപ്പോൾ ഇവരൊക്കെ കൂടി ഇപ്പോൾ ഒരു മാസം 45,000 ഈച്ച വന്നു കഴിഞ്ഞാൽ അടുത്ത 2-3-4 മാസം കൊണ്ട് ഇവിടെ എവിടെ നിൽക്കുക എന്നുള്ളതായി അല്ലേ? അപ്പം അതിന് അടുത്ത തമ്മിലാന്നല്ലൊരു തീരുമാനം എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഒരു വേലക്കാരി ഈച്ചക്ക് ആകെ 55 മുതൽ 60 ദിവസം വരെ ആയുസുള്ളൂ. 55 മുതൽ 55 to 60 ദിവസം എന്ന് കണക്ക് കൂട്ടും. 60 ദിവസം ഇല്ല, 2 മാസം പോലും ആയുസില്ലതിന്. അപ്പം എന്തായി? ഇന്ന് റാണി ഇട്ട മുട്ട 21ാമത്തെ ദിവസം സാധാരണ മുട്ടയൊക്കെ വിരിയുന്ന കോഴിമുട്ടയൊക്കെ വിരിയുന്ന അതേ കാലം പോലെ തന്നെ
21-ാമത്തെ ദിവസം വിരിയുന്നു. ആ വിരിഞ്ഞു വന്ന് കുഞ്ഞ് ഈച്ച 55-ാമത്തെ ദിവസം അത് പുറത്തെവിടെയോ പോയി ചത്തു പോകണം. നാളെ അപ്പോൾ ഇന്നിട്ട് 1500 നമുക്ക് കണക്ക് കൂട്ടാം. ഇന്ന് മുട്ട ഇട്ടുണ്ടെങ്കിൽ 1500 മുട്ട ഒന്ന് റാണി ഇട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 500 മുട്ട ഇട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1000 മുട്ട ഇട്ടുണ്ടെങ്കിൽ ആ ഇട്ട മുട്ട 21-ാമത്തെ ദിവസം വിരിയുന്നു. ആ ഈച്ചകൾ തൊട്ട് 55-ാമത്തെ ദിവസം പുറത്ത് പോയി ചത്ത് ഇല്ലാതെയാവുന്നു. നേരെ പിറ്റേ ദിവസം ഇട്ട മുട്ട അതിൻ്റെ തൊട്ട് പുറകെ ആ ക്രിയയോടുകൂടി അങ്ങനെ പോകും. പക്ഷേ ഈ 55 ദിവസത്തിൻ്റെ ഉള്ളിലുള്ള ആയുസ്സിൻ്റെ ഭാഗം, ആ ഒരു 55 ദിവസം കൊണ്ടാണ് ഈ കൂടിൻ്റെ ഉള്ളിൽ ഇത്രയും തേനുണ്ടാക്കുന്നതും പൂപ്പൊടി കൊണ്ടുള്ളതും അത് അതിൻ്റെ ജോലികൾ മുഴുവൻ ചെയ്യുന്നതും ആ ചത്ത് വീഴുന്നതിൻ്റെ അന്ന് വരെ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഈച്ചകളുടെ ആയുസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് റാണിക്ക് അവർ കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ചാണ് മുട്ട എന്ന് പറഞ്ഞു. അപ്പോൾ റാണിക്ക് നിർദ്ദേശം കൊടുക്കുന്നത് സീസണിലാണ്. ഇപ്പോൾ തേന് വരാൻ തുടങ്ങി, തേന് ഉൽപ്പാദിക്കാനുള്ള കാലാവസ്ഥ നോക്കിയാണ് അവർ. കാലാവസ്ഥ അവർക്കറിയാം. ഇപ്പം മഴ പോയി ഏതാണ്ട് മഞ്ഞിലേക്ക് വരുമ്പോൾ അവർക്കറിയാം മഞ്ഞ് അവസാനം അവർ തേൻ ഉൽപ്പാദനം തുടങ്ങണം. ആ സമയത്തേക്ക് കൂട്ടിലേക്കുള്ള അംഗങ്ങളെ കൂട്ടലുണ്ടാക്കാൻ വേണ്ടിയാണ് റാണി മുട്ട ഇടുന്നത്. 1500 മുട്ട എന്ന് വെച്ചാൽ നമുക്കറിയാം. ഇപ്പം ഒരാൾ കൊണ്ടുവന്ന ഇത്തിരി ഉണ്ടാവുള്ളൂ. 100 ആൾ കൊണ്ടുവന്ന അതിനേക്കാൾ കുറച്ചും കൂടി ഉണ്ടാവും. 1000 ആൾ ഉണ്ടെങ്കിൽ അത്രയും ഉണ്ടാവും. അപ്പോൾ 35,000 ആൾ തേന കൊണ്ടുവരാനുണ്ടെന്നുണ്ടെങ്കിൽ എത്രയായി? നല്ല കൂടായി, നല്ല തേനായി. നമുക്ക് ഒരുപാട് തേൻ എടുക്കാൻ കിട്ടും. അതിലല്ലല്ലോ നമുക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ തേനീച്ചനെ വളർത്തുന്നത് നമുക്ക് തേനെടുക്കാനാണ്. പക്ഷേ ഇതാണ് തേനീച്ചയുടെ സ്വഭാവം. അപ്പോൾ റാണിക്ക് മാത്രം 3 വർഷം എന്നായിരുന്നു ഇതുവരെ കണക്ക് എങ്കിൽ, ഇപ്പോൾ പുതിയ അടുത്ത കഴിഞ്ഞ എൻ്റെ ക്ലാസ്സിൽ കേട്ടത് ഞാനറിയാൻ കഴിഞ്ഞത് 5 വർഷം ജീവിക്കുന്നു. റാണി മാത്രം 5 വർഷം ജീവിക്കും. വേലക്കാരി ഈച്ചകൾ 55 to 60 ദിവസം വരെ ജീവിക്കും. ഇനി ഒരാളും കൂടിയുണ്ട്, ഒരെണ്ണം കൂടിയുണ്ട്. ആരാ? ആണീച്ച. ഇവരെ പേരെന്താണെന്ന് വെച്ചാൽ മടിയൻ എന്നാണ്. അതായത് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. റാണിക്ക് ജോലി മുട്ട ഇടുക, കുട്ടികൾക്കുള്ള അംഗങ്ങളെ ഉണ്ടാക്കുക എന്നുള്ള ജോലി. റാണി മുട്ടയിടൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കുഞ്ഞുങ്ങളെ പരിചരിക്കൊന്നുമില്ല. അവർക്ക് തീറ്റ കൊടുക്കുക, അവരെ പരിചരണം ഒന്നും റാണിയുടെ ഉത്തരവാദിത്വത്തിലില്ല. അത് മുഴുവൻ വേലക്കാരി ഈച്ചകളാണ്. ഈ റാണി ഇട്ട മുട്ട വിരിഞ്ഞ മക്കളെ പരിചരിക്കുന്നതും കൂട് വൃത്തിയാക്കുന്നതും പൂമ്പൊടി ശേഖരിക്കുന്നതും തേൻ ശേഖരിക്കുന്നതും കൂട്ടിനാവശ്യമുള്ള മെഴുക് ഉൽപ്പാദിപ്പിച്ച് അതുകൊണ്ട് അട നിർമ്മിക്കുന്നതും കൂട്ടിനാവശ്യമുള്ള വെള്ളം കൊണ്ടുവരുന്നതും എല്ലാ ജോലിയും ചെയ്യുന്നത് വേലക്കാരി ഈച്ചകളാണ്. റാണി മുട്ടയിടുന്ന ജോലി മാത്രം വേലക്കാരി ഈച്ചകൾ, കൂടിൻ്റെ മറ്റെല്ലാ ജോലികളും. മടിയൻ എന്ന് പറഞ്ഞ ഈ ഒരു ആണീച്ചക്ക് കണ്ടറിയാം നമുക്ക്, കറുത്ത കളറാണ്. പ്രത്യേകിച്ച് ഒരു ജോലിയില്ല. പ്രത്യേകിച്ചുള്ള ജോലിയാണ് വേലക്കാരി ഈച്ചകൾ കൊണ്ടുവരുന്ന തേനൊക്കെ അടിച്ചു മാറ്റുക. അത് യഥേഷ്ടം കൂട്ടിലിരുന്ന് അത് ഭക്ഷിക്കാൻ മൂപ്പരിങ്ങനെ സുഖലോലുപന്മാരായിട്ട് അത് കുറച്ച് അംഗങ്ങളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിന്നെ കുറേ സമാധാനമുണ്ട്. 10% ഉണ്ടാവുള്ളൂ അവർ. ബാക്കി 90% വേലക്കാരി ഈച്ചകളെ. അപ്പോൾ അതാണ് മടിയൻ ഈച്ചയുടെ അണീച്ചാണെന്ന് പേരെന്നുണ്ടെങ്കിലും മൂപ്പര മടിയൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ വേലക്കാരീച്ചകൾ മടിയനീച്ച, അണീച്ച മടിയനീച്ച, വേലക്കാരീച്ചകൾ പെണ്ണീച്ച. റാണി പെണ്ണീച്ചയാണെങ്കിലും അവളുടെ പേര് റാണി തന്നെയാണ് പേര്. അപ്പോൾ ഇനി ഈ റാണിക്ക് നമ്മളൊക്കെ പറഞ്ഞു വേലക്കാരീച്ചകൾക്ക് മടിയനീച്ചക്കും 55 ദിവസത്തെ ആയുസുള്ളൂ കേട്ടോ. മടിയനീച്ച അത്ര തന്നെ ജീവിക്കുള്ളൂ. 55 to 60 ദിവസം, 60 മടിയൻ 50 to 55 5 ദിവസം കൂടി വേലക്കാരീച്ചകൾക്ക് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇവർ ചാവാനായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ കൂടിനോട് ഭയങ്കര കൂറുള്ളൊരു വിഭാഗമാണ്. ചാവാനായി നീക്കാൻ വയ്യാതെ ക്ഷീണിച്ച് കിടന്നാലും അവരെന്ത് ചെയ്യുമെന്നറിയോ? ഒന്നുകിൽ അത് പരമാവധി അതന്നെ പുറത്തേക്ക് പോകാൻ നോക്കും. ഇല്ല എങ്കിലോ അവരുടെ ആ വയ്യാത്ത അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ മറ്റു വേലക്കാരീച്ചകൾ അതിനെ പോയി പുറത്തേക്ക് കൊണ്ടുവരാൻ. ഒരിക്കലും കൂട്ടിക്കിടന്ന് ചാവില്ല. കൂട്ടിക്കിടന്ന് ചാവാൻ നിന്നില്ല. കാരണം അതിനറിയാം കൂട്ടിൽ ചത്ത് കഴിഞ്ഞാൽ കൂട് വൃത്തിയേടാവുന്നുള്ളൂ. അത്രക്ക് കൂറാണ് എൻ്റെ കൂടിനോട്. വയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സമയം ഇപ്പം എല്ലാവർക്കും അറിയാലോ, ഇപ്പം മരണത്തോടടുക്കുമ്പോൾ അത് എന്താണെന്നുള്ളത്. അപ്പോൾ ആ സമയമായി കഴിഞ്ഞാൽ അതന്നെ പുറത്തെവിടെയെങ്കിലും പോയി വീഴും. അതവിടെ കിടന്ന് ചത്തുപോയി. പിന്നെ അണിച്ച തന്നെ അണിച്ചും പിന്നെ കൂട്ടിൻ്റെ ഉള്ളിലൊന്നും നിൽക്കില്ല, പുറത്ത് പോയി ചത്തുവിടും. റാണി മാത്രം ഈ 3 വർഷം മുതൽ 5 വർഷം വരെ ജീവിക്കും.
അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ അല്ലേ? എന്താ റാണിക്ക് മാത്രം ഒരു ആയുസ്, ബാക്കി 2 ഈച്ചകൾക്കും ആണീച്ചകൾക്കും പെണ്ണീച്ചകൾക്കും ആയുസ്സൊന്നുമില്ല, കൂടുതലില്ല. റാണീച്ചക്ക് മാത്രമേ ഈ ആയുസ് ഉണ്ടാവാനുള്ള കാരണം മറ്റുള്ള ഈച്ചകൾ കഴിക്കുന്ന ഭക്ഷണം പൂമ്പൊടിയും തേനുമാണ്. വേലക്കാരീച്ചകൾ കഴിക്കുന്നത്, ആണീച്ചയും കഴിക്കുന്നത് പൂമ്പൊടിയും തേനുമാണ്. പക്ഷെ റാണീച്ച മാത്രം കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ റോയൽ ജെല്ല്. റോയൽ ജെല്ല് എന്ന് പറയുന്ന ഒരു രാജകീയ ഭക്ഷണമാണ് അവർ റാണിക്ക് കൊടുക്കുന്നത്. അവർ റാണിക്ക് കൊടുക്കുകയാണത്, വായിൽ വെച്ച് കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഈ റോയൽ ജെല്ല് എന്ന് പറയുന്ന ഈ ഭക്ഷണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമോ? ഈ റോയൽ ജെല്ല് എന്ന് പറഞ്ഞാൽ അത് വില പിടിപ്പുള്ളൊരു സാധനമാണ്. ശരിക്കും തേനീച്ചക്കൂട്ടിലെ മറ്റൊരു വരുമാനമാണ് റോയൽ ജെല്ല്. കാശ് ഞാൻ പ്രാവശ്യം ക്ലാസ്സിൽ ഒരുമിച്ച് പോയിട്ടുണ്ട്. റോയൽ ജെല്ല് എന്ന് പറയുന്ന ഈ ഒരു രാജകീയ ഭക്ഷണം അതെങ്ങനെയാണ് കൂട്ടിൽ ഉണ്ടാകുന്നത്? അത് തേനും പൂമ്പൊടിയും ഒന്നുമല്ല. അതായത് വിരിഞ്ഞു വന്ന കുഞ്ഞു ഈച്ചകളുണ്ട്, ഇന്ന് വിരിഞ്ഞു വന്ന ചെറിയ കുഞ്ഞു ഈച്ചകളുടെ അവരുടെ 5 ദിവസം, അത് ഇന്ന് വിരിഞ്ഞ് വന്ന 5ാമത്തെ ദിവസം മുതൽ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ, ഇന്ന് വിരിഞ്ഞ് ഈച്ചക്കുട്ടിയുടെ അത് 5 ദിവസം ആയിക്കഴിഞ്ഞാൽ, അതിൻ്റെ മുമ്പ് ഉണ്ടാവില്ല, 5 ദിവസം ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത തൊട്ടം അതിൻ്റെ 10ാമത്തെ ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് അതിൻ്റെ ഈ പെരടി ഭാഗത്തായിട്ട് തലയുടെ ഒരു ബാക്ക് സൈഡിലായിട്ട് ഒരു എന്താ പറയുക, ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു കൊഴുപ്പാണ്, ഒരു ചെറിയൊരു ദ്രാവകം. അത് നമുക്ക് കണ്ണുകൊണ്ടൊന്നും നമുക്കൊന്നും കാണാൻ കഴിയില്ല. അതൊക്കെ ഓരോ വിദഗ്ധരൊക്കെ മൈക്രോസ്കോപ്പൊക്കെ വെച്ച് നോക്കിയിട്ട് കണ്ടെത്തിയതാണ്, റിസർച്ചൊക്കെ നടത്തണവർ. ഒരു ചെറിയൊരു ദ്രാവകമാണ് അത്. ഈ മറ്റുള്ള വേലക്കാർ മുതിർന്ന ഈച്ചകൾ അതങ്ങോട്ട് കളക്ട് ചെയ്തെടുക്കുക. അതിങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അത് ചുരണ്ടി എടുക്കുക. അതിനൊക്കെ അവരുടെ ആയുധങ്ങളൊക്കെ ഉണ്ടാവും, അവർക്ക് വായു ഇതൊക്കെ ഉണ്ടല്ലോ. അത് ചുരണ്ടി ഇങ്ങനെ എടുത്ത് കളക്ട് ചെയ്തെടുത്തിട്ട് അതാണ് ഈ റാണിക്ക് കൊടുക്കുന്ന ഭക്ഷണം, രാജകീയ ഭക്ഷണം. ആ രാജകീയ ഭക്ഷണം കൊണ്ടാണ് റാണി പോയി 3 മുതൽ 5 വർഷം വരെയൊക്കെ ജീവിക്കാനുള്ള ആയുസ്സും. അതോടൊപ്പം മറ്റൊന്നും കൂടിയുണ്ട്, 1500 മുട്ടയിടാനുള്ള, ഒരു ദിവസം 1500 മുട്ടയിടാനുള്ള കപ്പാസിറ്റി. അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഈ രാജകീയ ഭക്ഷണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏതായാലും നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നടക്കില്ല എന്നുള്ളൂല്ലേ, 1500 മക്കളൊന്നും ഉണ്ടാക്കാൻ. അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിൻ്റെ വേറൊരു ആ രാജകീയ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണ ഗുണം എന്താ വെച്ചാൽ 100 വയസ്സായാലും ഒരു രോഗം പോലും അനക്കാതെ വെളുത്തു പോകാതെ കാണാന്നുള്ളതാണ്. തെളിയിച്ചതാണ്. ഒന്നത് അതിപ്പോൾ അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10 വയസ്സ് മുതൽ തന്നെ അത് കഴിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ വഴിയില്ല. വെളുത്തതൊന്നും ഇനി കറക്കൂല കേട്ടോ, അത് നോക്കണ്ട. പക്ഷേ അതാണ് അതിൻ്റെ ഒരു ഗുണം, നമുക്ക് കഴിച്ചത്. അതിപ്പോൾ ഒന്ന് കഴിക്കുന്നുണ്ട്. ആരൊക്കെ അറിയോ? ആരൊക്കെയാണ്? അങ്ങനെ ഉള്ള വലിയ വിദ്വാൻമാരൊക്കെ. കാരണം അവർക്കൊക്കെ കുറച്ച് പൈസ ഉണ്ട്. നമുക്ക് സാധിക്കില്ല എന്ന് നമുക്ക് സാധിക്കും. തേനീച്ച കൃഷി നടത്തുന്നവർക്ക് സാധിക്കും. എനിക്ക് പറ്റും, നിങ്ങൾക്കും പറ്റും. തേനീച്ച കൃഷി ചെയ്തോളേ. പിന്നെ എങ്ങനെ അത് കിട്ടും ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു. അതുകൊണ്ടല്ല ഇപ്പം ഞാൻ പറഞ്ഞ തേനീച്ച കൃഷി ചെറുതൊന്നുമല്ല. അപ്പോൾ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഒന്ന് കഴിക്കുന്നത് എങ്ങനെ കഴിക്കുന്നത്? പുറം രാജ്യങ്ങളിൽ നിന്ന്, ചൈന പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് അതിൻ്റെ ക്യാപ്സൂൾ വരുന്നുണ്ട്. ഒരു ക്യാപ്സൂൾ 25,000 30,000 ഒക്കെ കൊടുക്കണം. നമുക്കൊന്നും മുതലാവില്ല. ആധാരമൊക്കെ വെച്ചാലും പണം വെച്ചാലും നടക്കില്ല ക്യാപ്സൂളിന്. അപ്പോൾ ആ ക്യാപ്സൂൾ രൂപത്തിൽ അത് നമ്മൾ ടെക്നോളജി അതിനായിട്ടില്ല, ഇന്ത്യ രാജ്യം അവിടെ എത്തിയിട്ടില്ല. ആവും, കുറച്ച് കഴിഞ്ഞാൽ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ക്യാപ്സൂൾ രൂപത്തിൽ പിന്നെ ഇന്ന് വിപണിയിൽ കിട്ടും. സാധാ ഫാർമസിയിലൊന്നും കിട്ടില്ല. ഇതൊക്കെ വലിയ ഓൽക്കന്നെ അറിയുള്ളത് പോലെ എങ്ങനെയാണ് വരുത്തുന്നത്. അങ്ങനെയുള്ള ഇത് കഴിക്കുന്നതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ അങ്ങനെ ആവണമെന്നുള്ളത് 100% ഉറപ്പ്. പക്ഷെ അവരാരും പറയില്ല അത് എന്താണെന്നുള്ളതിൻ്റെ ടെക്നിക്കൊന്നും അവർക്ക് പറഞ്ഞു തരില്ല. അവരൊക്കെ അവരുടെ ഹെൽത്ത് നോക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനും ആദ്യം വിചാരിച്ചത് ഇവരൊക്കെ ഡൈ ആണെന്നാണ്. ഡൈയും നല്ലത് കുറച്ചൊക്കെ ഉണ്ടാവും, എന്നാലും അവരിതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നടന്മാരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്കും അത് കഴിക്കാം. നിങ്ങൾ പേടിക്കണ്ട, പൈസ ഒന്നും ചിലവാക്കാതെ 1000 10,000 ലക്ഷം ഒന്നും മുടക്കാതെ നമുക്ക് കഴിക്കാം. അതിനൊക്കെ വഴി. അപ്പോൾ റാണിക്ക് ഈ ഒരു ഫുഡ് കൊടുക്കുന്നത് കൊണ്ടാണ് റാണിയുടെ മുട്ട ഉൽപ്പാദനം ഇത്രയും കൂടാനുള്ള കാരണം. റാണിക്ക് 5 വർഷം വരെയുള്ള ആയുസ് ഉണ്ടായത്. പിന്നെ നമ്മൾ അതിൽ മറ്റൊരു ഗുണം കൂടി, നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇത് എന്നും യങ്ങായിരിക്കാനുള്ള വലിയൊരു അവസരമാണ്. അതോടൊപ്പം സ്ത്രീകൾക്കുള്ള വന്ധ്യതക്ക് നല്ലൊരു മരുന്നാണെന്ന് പുതിയ ഗവേഷണം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ IVF ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ടല്ലോ,
അതിന് പരിഹാരമായിട്ട് ഈ റോയൽ ജെല്ല് കഴിച്ചു കഴിഞ്ഞാൽ 6 മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഫലമാണെന്നുള്ളത് പുതിയ റിസർച്ചിൽ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നല്ലൊരു ഗുഡ് ന്യൂസാണത് ശരിക്കും. അപ്പോൾ ഈ റാണി ഇത് കഴിച്ചതുകൊണ്ടാണ് റാണിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ റോയൽ ജെല്ല് അവർ കൊടുക്കുന്നത് ആർക്കാന്ന് വെച്ചാൽ വിരിഞ്ഞ് വന്ന കുഞ്ഞിന് ഒരു ദിവസം കൊടുക്കും. വിരിഞ്ഞ് വന്ന ഈച്ച കുഞ്ഞിന് ഒരു ദിവസം റോയൽ ജെല്ല് കൊടുക്കും. ഒരു ദിവസം കൊടുക്കും. അവർക്കറിയാതെ ആ വിരിഞ്ഞ് വരുന്ന ആ സമയത്ത് തന്നെ അവരത് വായിലൊഴിച്ചു കൊടുക്കും. ഈ റോയൽ ജെല്ലി കുഞ്ഞി ഈച്ചക്ക് വായിലൊഴിച്ചു കൊടുക്കും. അങ്ങനെ. അപ്പോൾ ഈ റോയൽ ജെല്ല് നമുക്ക് എങ്ങനെ എടുക്കാന്നുള്ളത് കൂട്ടിൽ നിന്ന് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കൂട് വിഭജിക്കുമല്ലോ. അപ്പോൾ കൂട് നമ്മൾ 2 കൂടാക്കണമല്ലോ. ആ സമയത്ത് ഞാനിപ്പോൾ എൻ്റെ നിലവിൽ എൻ്റെ കൂട്ടിൽ നിന്ന് ഒരാൾ വന്ന് ചോദിക്കാം എനിക്കൊരു ടീച്ച വേണമെന്ന് പറഞ്ഞാൽ ഞാനെന്ത് ചെയ്യും, അയാളുടെ കൺമുമ്പിൽ തന്നെ റാണിയെ കാണിച്ചു കൊടുത്തിട്ട് 6 ഫ്രെയിമാണ് കൂട്ടിലുണ്ടാവുക. അപ്പോൾ തേനീച്ച കോളനി ഒട്ടുമില്ലാത്ത ആളുകളുണ്ടാവും അല്ലേ. ഒട്ടുമില്ലാത്ത ഞാൻ പറഞ്ഞുതരാം. പെട്ടി കാലിപ്പെട്ടി കൊണ്ടുവന്നാലും തേനീച്ച കൂട്ടിൽ 2 ബോക്സാണ് ഉണ്ടാവുക. 2 ബോക്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ബ്രൂഡ് ചാമ്പർ എന്ന് പറയുമ്പോൾ പുഴുവറ. അതായത് പെട്ടി മേലെ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുക. അതായത് ഒരു പെട്ടി 6 ഇഞ്ച് ഉള്ള ഒരു പെട്ടി, ബാക്കി 4 ഇഞ്ച് 5 ഇഞ്ച് ഉയരമുള്ള 8 ഇഞ്ച് ഉയരമുള്ള ഒരു പെട്ടി, 6 ഇഞ്ച് ഉയരമുള്ള 5 ഇഞ്ച് ഉയരമുള്ള വേറൊരു പെട്ടി ഉണ്ടാവുക. അപ്പോൾ ബ്രൂഡ് ചാമ്പർ എന്ന് പറയുമ്പോൾ അത് തേനീച്ചകൾക്ക് മാത്രമായിട്ടുള്ള, നമുക്ക് അതിന് തേനെടുക്കാൻ പറ്റില്ല. അതിന് നമ്മൾ തേനെടുക്കരുത്. അത് അവർക്കുള്ളതാണ്. അടിയത്തെ പെട്ടിയിൽ നിന്ന് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടോ തേനീച്ചപ്പെട്ടി കണ്ടിട്ടുണ്ടോ? മേലെ വെച്ചിട്ടായിരിക്കും അല്ലേ പെട്ടി. അടിയിലൊരു പെട്ടി ഉണ്ടാവും, അതിൻ്റെ മേലെ വേറൊരു പെട്ടി ഉണ്ടാവും. അപ്പോൾ അടിയിലെ പെട്ടിയിൽ നിന്ന് ഒരിക്കലും നമ്മൾ തേനെടുക്കില്ല. അത് ഈച്ചകൾക്കുള്ളതാണ്, അവരുടെ കുടുംബത്തിനുള്ളത്. അതിന് മുട്ടയാണ് അതിലുണ്ടാവുക. അതിൽ തേന് കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ കട്ടിക്കൂല. അത് മുട്ട മാത്രമാണ് അധികം. 70% മുട്ടയായിരിക്കും, ബാക്കി 30% അതിൽ തേനുണ്ടാവുള്ളൂ. അത് അവർക്ക് കഴിക്കാനുള്ളതാണ്. അവരുടെ മക്കൾക്കും അവർക്ക് എല്ലാ സമയത്തും അവർക്ക് ഉപയോഗിക്കാനുള്ള തേനാണ് അതുള്ളത്. അത് നമ്മൾ ഒരിക്കലും എടുക്കില്ല. നമ്മളെടുക്കുന്നത് ഹണി ചാമ്പറിന് തേനറന്നതിൻ്റെ നേരെ തൊട്ട് മേലുള്ള പെട്ടി. ആ പെട്ടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഏതാണ്ടൊരു ജനുവരി മാസം ആകുമ്പോൾ നമ്മൾ അടിയിൽ നിന്ന് അട എടുത്തിട്ട് ഈച്ചിനൊക്കെ ഊതിക്കളഞ്ഞ് ഒഴിവാക്കിയിട്ട് കൂട്ടിൽ തന്നെ നമ്മൾ അതിന് സ്മോക്കറൊക്കെ വേണം. തേനീച്ച വളർത്തുന്നവർക്ക് തേനീച്ച കൃഷിയിൽ ബന്ധപ്പെടുമ്പോൾ ആദ്യത്തെ ആവശ്യമുള്ളത് സ്മോക്കറാണ്. അത് പുറകെ കൊടുക്കാനുള്ള ഒരു ചെറിയൊരു യന്ത്രമാണ്. അത് വലിയ വില കൂടിയൊന്നുമല്ല, 400 രൂപയുള്ള ഒരു വിലയുണ്ട്. അതിൽ ചകിരി നിറച്ച് അതിൽ തീ ഇട്ടിട്ട് അത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുക മാത്രം കൂട്ടിലേക്ക് ചെല്ലും, തീയൊന്നും അതിൽ കൂടി വരില്ല. അങ്ങനെ അവർ അതിന് പാകപ്പെടുത്താനുണ്ട്. ഈച്ചകൾക്ക് ഏറ്റവും പേടി എന്താണെന്നറിയോ? പുക ഭയങ്കര പേടി ഈച്ചകൾക്ക്. ഇത്രയും കുത്തിനൊക്കെ ജീവിയാണെങ്കിലും അത് പുക അതിന് ഭയങ്കര ഇറിറ്റേഷനാണ്. പുകക്കുന്നോട് കൂടി എന്താ ചെയ്യുക വെച്ചാൽ തല ചുറ്റിട്ട് വരിക. ഈച്ചകൾക്ക് തല ചുറ്റിയിട്ട് പിന്നെ കണ്ണ് കാണില്ല. നമ്മളടുത്ത് നിന്നുകൊണ്ടാണുള്ളത് പുറക്കുന്നത്. അപ്പം നമ്മളെ തിരിച്ചറിയില്ല. കുറച്ച് നേരത്തേക്ക് അത് കഴിഞ്ഞാൽ വരും ഒരു 10-20 സെക്കൻഡ് അത്രേ ഉള്ളൂ. ആ പുക കൊടുക്കുന്നതോട് കൂടി കുടിക്കുന്ന ആദ്യം നമ്മൾ പുക കൊടുക്കുന്നതോട് കൂടി അവരൊന്നും ഒതുങ്ങും, പേടിച്ച് കുറേ താഴോട്ട് ഇറങ്ങിപ്പോകും. ആ സമയത്താണ് നമ്മൾ ഈ കൂടുകൊണ്ട് കൈകാര്യം ചെയ്യാം. പിന്നെ വേണ്ടത് മുഖാവരണി, മുഖത്ത് ഇടാനും മുഖത്ത് കുത്തി വിട്ടാതിരിക്കാനുള്ള ഒരു നെറ്റുണ്ട്. അത് രണ്ടും തേനീച്ച കൃഷിക്ക് നിർബന്ധമാണ്. പിന്നെ എക്സ്ട്രാ തേനീ നമ്മൾ കറക്കിയെടുക്കുന്ന ചെറിയൊരു യന്ത്രം ഉണ്ട്. എല്ലാം കൂടി ചുരുക്കി പറഞ്ഞാൽ എനിക്കുള്ളതൊരു 2500 രൂപയുടെ ഉള്ളിൽ അല്ലേ എല്ലാം കൂടി വരുന്നത്. സാമഗ്രികളുണ്ട്, പെട്ടിയല്ല, തേനീച്ച പെട്ടിയല്ല. പെട്ടി ഒഴിച്ച് 2500 രൂപയുടെ ഏകദേശം ഒരു സാധനങ്ങൾ കൂടി നമ്മൾ തേനീച്ച കൃഷിക്ക് വാങ്ങാനുണ്ട്. കൃഷിക്ക് ഇറങ്ങും. അത് പിന്നെ ഒരുപാട് വർഷങ്ങളും അത് മതി, പിന്നെ നമുക്ക് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ തേനീച്ച ഈ കാലം നിർണയിച്ച് ഇപ്പോൾ ജനുവരി മുതൽ ഇപ്പോൾ ഈ മെയ് മാസം മെയ് ഉണ്ടാവില്ല കേട്ടോ. എന്തായാലും ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ഏപ്രിൽ മാസം വരെ തേനുണ്ടാവും. മഴ കിട്ടുകയാണെങ്കിൽ മെയ് മാസം കൂടി തേന് നമുക്ക് എടുക്കണ്ടാവും. അല്ല, മഴ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി തളിര് കിട്ടും. മഴ ലാസ്റ്റ് കിട്ടിയിട്ട് കാര്യമില്ല, ഇടമഴ കിട്ടുമല്ലോ. നമുക്കൊരു ഇടമഴ കിട്ടുമല്ലോ. ആ മഴ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടി തളിരൊന്ന് വരും, വേറെ തളിര് വരും. അത് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി തേൻ കിട്ടും. കഴിഞ്ഞ വർഷം അതിൻ്റെ 10 വർഷം നന്നായിട്ട് തേൻ കിട്ടും. കഴിഞ്ഞ വർഷം കിട്ടിയില്ല, കഴിഞ്ഞ വർഷം മഴ ഉണ്ടായില്ല, നന്നായിട്ട് തേൻ കിട്ടും. രണ്ടാമത്തെ തവണയാണ് കൂടുതൽ തേൻ കിട്ടിയത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പിന്നെ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. തേനീച്ച പിന്നെ കൃഷിയിൽ അറിയേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ
കൂടുമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ കുത്ത് എങ്ങനെയാണ് കുത്ത് കിട്ടണമെന്ന്, തേനീച്ച എങ്ങനെയാണ് കുത്തുന്നതെന്ന് അല്ലേ. തേനീച്ച കുത്തും, തേനീച്ച കുത്തുന്ന ജീവിയാണ്. തേനീച്ച കുത്തുന്ന അതിൻ്റെ പ്രാണരക്ഷാർത്ഥാണ്. പ്രാണരക്ഷാർത്ഥം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടിനെ ആക്രമിക്കാൻ വരുന്നവരെ തുരത്താനാണിത് കുത്തുന്നത്. അല്ലാതെ നമ്മളോട് മുൻവൈരാഗ്യം ഉണ്ടായിട്ടല്ല. അതിന് പിന്നെ അതുകൊണ്ട് കഴിയുള്ളൂ. തേനീച്ച കുത്തുന്നത് അതിൻ്റെ പിൻഭാഗം കൊണ്ടാണ്. ഒരിക്കലും അതിൻ്റെ സൂചി മുൻവശം കൊണ്ടല്ല കുത്തുന്നത്. അത് ചെറുതേനീച്ചയാണെങ്കിൽ മുൻപിലുള്ള വീട്ടിൽ കൊണ്ടാണ് കുത്തുക. വലിയ തേനീച്ച കുത്തുന്നത് അതിൻ്റെ പിൻഭാഗത്ത് ഒരു ആങ്കറിൻ്റെ ഷേപ്പിൽ ഒരു അവയവമുണ്ട്. അതിനോട് ചേർന്ന് ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിയിലാണ് വിഷമുള്ളത്, വിഷം പോയിസൺ ഉള്ളത്. അപ്പോൾ അതിങ്ങനെ ഈ ആങ്കർ പോലത്തെ ഒരു നീഡിലങ്ങോട്ട് ഇറക്കുന്നതോടുകൂടി അത് കുത്തി അവിടെ നിൽക്കുകയല്ല, അതായത് രക്ഷപ്പെടാൻ വേണ്ടി പല വഴി നോക്കും. കാരണം ആ നീഡിൽ അവിടെ കുടുങ്ങുകയാണ്, നമ്മളെ ശരീരത്തിൽ അത് കുടുങ്ങി പോവുകയാണ്. അത് കുത്തിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അത് നമ്മളെ വന്ന് കുത്തുന്നു, ആ കുത്തുന്നതോടുകൂടി പിൻഭാഗം കൊണ്ട് മൂടും, പിന്നെ അവിടെ കിടന്നിങ്ങനെ തിരിയുന്നത് കാണാം. അപ്പോൾ അത് വലിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ് അത് ഈ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വലിച്ചിട്ട് എടുക്കുമ്പോൾ ആ നീഡിലോട് കൂടി അതിൻ്റെ ആ വിഷസഞ്ചി ഉണ്ടല്ലോ, ആ അവയവത്തോടു കൂടി പറഞ്ഞു പോകണു. അത് മറ്റെവിടെയെങ്കിലും പോയി കിടന്ന് ചാവും. ആ കുത്തി ഈച്ച പിന്നെ ജീവിക്കുന്നില്ല. ഒരു ഈച്ച നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും പാറിപ്പോയാലും പിന്നെ അത് അപ്പുറത്ത് പോയി ചത്ത് വീഴുകയാണ്. കാരണം വെച്ചാൽ അതിൻ്റെ പ്രധാന അവയവം നമ്മളെ ശരീരത്തിൽ പെട്ടു. ആ സഞ്ചിയുടെ ഉള്ളിൽ നിന്നുള്ള പിന്നെ പോയിസണാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങുന്നത്. ഈച്ച പോയാലും അത് ശ്രദ്ധിച്ച് നോക്കുള്ളൂ, ക്ഷമ ഉണ്ടെങ്കിൽ അതിങ്ങനെ പമ്പ് ചെയ്യുന്നത് കാണും. കുറച്ച് നേരം ആ അവയവം കിടന്ന് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ജീവൻ നശിച്ചിട്ടുണ്ടാവില്ല. അതായി കിടന്ന് ഇങ്ങനെ പമ്പ് ചെയ്യും, അത് തീരുന്നത് വരെ, ആ പോയിസൺ തീരുന്നത് വരെ. പിന്നെ നമ്മളടുത്ത് ഒഴിവാക്കണം, നമ്മൾ ക്ഷമയോടെ നോക്കണം എങ്ങനെയാണ് നടക്കുന്നത്. ആ ഈച്ച പിന്നെ ഇല്ലാതെ ആവുക. അപ്പോൾ ആ തേനീച്ച കൂട്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. തേനീച്ചക്കൂടിൻ്റെ പിൻഭാഗത്ത് നിൽക്കണം, അല്ലെങ്കിൽ സൈഡ് ഭാഗത്ത് നിൽക്കണം. പിൻഭാഗത്താണ് ഏറ്റവും നല്ലത്. ഒറ്റൊരു വഴിയേ ഉണ്ടാവുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടോ അറിയോ? ഉച്ചയ്ക്ക് ശേഷം ഉണ്ടോ? അങ്ങോട്ട് കൊണ്ടുപോവാം. അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രശ്നമില്ല. അതെ, വരുന്നുണ്ടല്ലോ എല്ലാവരും അല്ലേ? എന്നാൽ പിന്നെ ഞാൻ കാണിച്ചു കാണാൻ പറഞ്ഞല്ലേ? അപ്പോൾ തേനീച്ച കൃഷിയിൽ ഇറങ്ങുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് തേനീച്ച കുത്തുന്നത് അല്ലേ? തേനീച്ച എന്തിനാണ് കുത്തുന്നത്? തേനീച്ച കുത്തുന്നത് തേനീച്ചനെ നമ്മൾ ഉപദ്രവിക്കുമ്പോഴാണ്. പാമ്പ് കടിക്കണം, പാമ്പിനെ നമ്മൾ ഉപദ്രവിക്കുമ്പോഴാണ്. അതേപോലെ തന്നെ തേനീച്ചനെ ഉപദ്രവിക്കുമ്പോഴാണ് കുത്തുന്നത്. അപ്പോൾ നമ്മൾ കൂട് തുറന്നു, ഞാനൊന്നും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കുഴപ്പമില്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ധരിച്ചെന്നാലും കുത്തിയതാണ്. ഒന്നും ചെയ്യാത്ത തേനീച്ച കുത്തൂല. നമ്മൾ കൂട് തുറക്കുമ്പോൾ നമ്മൾ അടകൾ ഇങ്ങനെ എടുക്കുന്നതോടു കൂടി ഏതെങ്കിലും ഒരെണ്ണത്തിന് അതിൻ്റെ അടിയിലൊന്ന് കുടുങ്ങിയിട്ടുണ്ട്. മറ്റേ അടക്ക തട്ടി അതിന് വേദനിച്ചിട്ടുണ്ടാവും. ആ വേദനിച്ചത് മറ്റുള്ളതറിയും. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ മറ്റുള്ള ഈച്ചകൾ അറിയും ആരോ ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടാൾ പുറത്തേക്ക് ഇറങ്ങി നോക്കും. എന്നിട്ട് ശരിയാണ്, ആരോ വന്നിട്ടുണ്ട്. ഓൻ വന്ന് കുത്തുമ്പോൾ നമ്മളെന്ത് ചെയ്യും? കയ്യിലിട്ടുള്ളത് നമ്മളത് ഇടും. നമുക്ക് നമ്മളെ പ്രാണരക്ഷാത്തിന് നമ്മളത് ഇടും. അത് ഇടുന്നോടുകൂടി പിന്നെ കൂട്ടത്തോടെ നമ്മളെ പിന്നാലെ വരും. എവിടെയായി? പിന്നെ ഒരാൾ കുത്തിയെടുത്ത് ഒരു 500 ആളാണ് പിന്നെ നമ്മളെ പിന്നാലെ കുത്താൻ വരുന്നത്. അതാണ് ഈച്ച കുത്താൻ കാരണം. അതുകൊണ്ടാണ് സ്മോക്കർ വേണം. നന്നായിട്ട് സ്മോക്ക് ചെയ്ത് മെല്ലെ ആദ്യം ഒന്ന് ഇളക്കി നോക്കുക. കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരട എടുത്ത് മാറ്റുക. അതെന്ത് ചെയ്യണം? നമ്മൾ കൂട് വെച്ചിരിക്കാൻ പോകുമ്പോൾ ഒരു കാലും കൂടും നമ്മളെ കയ്യിലെപ്പോഴും വെക്കണം. ഇതിന് ഒരാളെടുത്ത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് പോകണം, അടുത്തൊക്കെ നോക്കാൻ ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഈ സമയത്ത് പിന്നെ അവിടെ ഒരു ഗ്യാപ്പ് വന്നു. ഞാൻ കൂട് കാണിച്ചു തരുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ പിന്നെ അവിടെ ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് നീക്കി വെക്കാം. ഒന്നുകൂടി സ്മോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായി? വയലൻ്റ് ആയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒതുങ്ങിയിട്ടുണ്ട്. അങ്ങനെ വേണം നമ്മൾ കൂടിനെ കുത്താതെ നോക്കാൻ. പിന്നെ റാണി ഇല്ലാത്ത കൂട്ടത്തെ ഈച്ചകൾ വല്ലാതെ വയലുണ്ടാവും. റാണി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കൂട്ടിൽ നന്നായിട്ട് കുത്തും. അവരെന്ത് നമ്മൾ പോച്ചിട്ടും കാര്യമില്ല, അവരെ നമ്മൾ എങ്ങനെ മാറ്റിയിട്ടും കാര്യമില്ല. കുറച്ചൊക്കെ ഒതുങ്ങി നിൽക്കും. പക്ഷെ റാണി ഇല്ലാത്ത കൂട്ടത്തെ ഈച്ചകൾക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ റാണി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ റാണി എങ്ങനെ നഷ്ടപ്പെട്ടു? അപ്പം നമ്മൾ പറഞ്ഞു പിന്നെ ഇപ്പോൾ കൂട് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടണോ? അപ്പോൾ ഏത് മാസം മുതൽ കിട്ടും? ഇവിടെ കൊടുക്കണ്ടോ? അവർക്ക്
കോളനി കൊടുക്കുന്നുണ്ടോ റബ്ബർ ബോർഡ്? പഞ്ചായത്താണ് കൊടുക്കുന്നത്. പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ സീസണിൽ ഉണ്ടാവില്ല, ഇപ്പം കിട്ടിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ കോളനി കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ വർഷത്തെ തേനെടുക്കാൻ എന്തായാലും പറ്റൂല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ജനുവരി മുതൽ, ജനുവരി ഇല്ല, ഫെബ്രുവരി ആയപ്പോഴാണ് തേൻ വന്ന് തുടങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കോളനി കിട്ടുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? 3 ഫ്രെയിമിലാണ് ഈച്ചകൾ ഉണ്ടാക്കുക, ബാക്കി 3 ഫ്രെയിം കാലിയായിരിക്കും. പിന്നെ അവർ 6 ഫ്രെയിമും പൂർത്തിയാക്കിയിട്ട് പിന്നെ വേണം നമുക്ക് തേനറ വെച്ച് കൊടുക്കണമെങ്കിൽ. ഇപ്പോഴത്തെ സീസൺ കഴിഞ്ഞു, അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഇനി നിങ്ങൾക്ക് കോളനി കിട്ടേണ്ടത് ജൂൺ മാസത്തിലാണ്. ജൂൺ മാസത്തിൽ പഞ്ചായത്ത് നിങ്ങൾക്ക് കോളനി തരണം. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ ജൂൺ മുതൽ അടുത്ത സീസൺ ആകുമ്പോഴേക്ക് കൃഷി പഠിക്കാനുള്ളൊരു സമയമാകും. മിക്കവാറും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ വരുന്ന ചെറിയൊരു വീഴ്ചയാണ്, ഒന്നിനും സമയം കിട്ടാത്തൊരു സമയത്താണ് കോളനി കൈ കിട്ടൽ. അത് വലിയൊരു മിസ്റ്റേക്കാണ് മേഡം, അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. കർഷകർക്ക് പഠിക്കാനുള്ള സമയം കിട്ടുന്നതിൻ്റെ മുമ്പേ കൊടുക്കും. തേൻ സീസണായിട്ട് ഒരിക്കലും കോളനി കൊടുക്കരുത്. ഈ ലാസ്റ്റ് ഇപ്പോൾ ജനുവരിയിൽ വരെ കോളനി കിട്ടിയ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ അവർ ചെയ്യാതെ കൊടുക്കും? ഒരു നിവൃത്തിയില്ല. അവർക്ക് കിട്ടുകയാണെങ്കിൽ ഒന്നുകിൽ ജൂൺ മാസത്തിൽ കൊടുക്കണം, ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞ് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെ കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഓഗസ്റ്റിൽ തന്നെ കിട്ടും, ഓഗസ്റ്റിൽ തന്നെ കൊടുക്കണം. അപ്പോൾ ഓഗസ്റ്റ് മുതലാണ് നമ്മൾ ഇപ്പോൾ ജൂൺ മുതൽ പരിചരണമുണ്ട്. കാരണം ജൂൺ മുതൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആ ക്ഷാമകാലം തുടങ്ങുകയാണ്. ക്ഷാമകാലം ഞാൻ പറഞ്ഞല്ലോ, ആ ക്ഷാമകാലത്ത് നമ്മളെ കയ്യിൽ കോളനി കിട്ടിക്കഴിഞ്ഞാൽ ആ സമയം മുതൽ തന്നെ നമ്മൾ കൃഷി പഠിക്കാം. ഇപ്പോൾ ക്ഷാമകാലത്ത് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് മെല്ലെ അപ്പോൾ ഈച്ചകൾ കുറവായിരിക്കും. അപ്പോൾ ഈച്ചകൾ കുറവാകുമ്പോൾ അറ്റാക്ക് ചെയ്യുന്ന കാര്യത്തിലൊക്കെ കുറച്ച് സമാധാനം ഉണ്ടാവും. പിന്നെ ഓഗസ്റ്റ് ആകുമ്പോഴേ വളരുന്നുള്ളൂ. അപ്പോൾ വളരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം, ഓരോ അടകളിൽ അവരിങ്ങനെ അടകെട്ടി അതിൽ റാണി മുട്ട ഇടുന്നതും, പിന്നെ അതുപോലെ അടുത്ത അടകെട്ടി, അങ്ങനെ 6 ഫ്രെയിം പൂർത്തിയാവണു. പിന്നെ നമ്മൾ അടുത്ത ഘട്ടം എന്താണ്, ആ കൂടിനെ വിഭജിക്കുന്നു. ആ സമയത്ത് 6 ഫ്രെയിം ആയി കഴിഞ്ഞാൽ എന്താണ്, 6 ഫ്രെയിം ആയി കഴിഞ്ഞാൽ അവർ സെറ്റ് വിരിഞ്ഞ് പോകും. നമ്മളൊക്കെ മനുഷ്യന്മാരെ പോലെ തന്നെ വലിയ കുടുംബങ്ങളായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൂടുതൽ താമസിക്കില്ലല്ലോ, വേറെ ഒന്നും വെച്ച് മാറി താമസിക്കല്ലേ. അതേപോലെ തന്നെ തേനീച്ചകൾക്ക് ആ ടെൻഡൻസി ഉണ്ട്. അവരംഗസംഖ്യ കൂടിക്കഴിഞ്ഞാൽ അവരാദ്യം കൂടിനെ ഡിവൈഡ് ചെയ്യാൻ നോക്കും. നമുക്ക് ഇവിടെ സ്ഥലമില്ല, നമുക്ക് തേനുൽപാദനം ആകുമ്പോഴേക്കും ഇവിടെ ബുദ്ധിമുട്ടാണ്, അപ്പോൾ നമുക്കൊന്ന് പിരിഞ്ഞു പോകാമെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, അവർ പുതിയൊരു റാണിനെ ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ നിലവിൽ ഒരു റാണിയുണ്ട്. ആ റാണി കൂടാതെ ആ റാണി പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, പുതിയൊരു റാണി ഇവിടെ വരണം, എന്നാലേ ആ റാണിനെയും കൊണ്ട് ഇവർക്ക് പോകാൻ പറ്റുള്ളൂ. നിലവിലുള്ള ഈച്ചകൾ 60% ഈച്ചകളും പുതിയ റാണിനെയും കൊണ്ടാണ് പോവാണ്. അതിനുള്ള പണി അവരെന്ത് ചെയ്തു വെക്കും, റാണിയോട് പറയും തൽക്കാലം റാണി മുട്ട ഇടണ്ട, കുറച്ചവിടെ നിൽക്കിന്, നമുക്ക് കുറച്ച് ഞാൻ പോകാണ്ട് വിടുന്നു. അപ്പോൾ റാണി ഇട്ട് വെച്ച് ആ മുട്ട അവർ പുതിയൊരു റാണി വേലക്കാരി ഈച്ചയുടെ മുട്ടയാണ് ഈ റാണിയായി തീരുന്നത്. അതിനുവേണ്ടി അവരെന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ഈ റാണിയായി വിരിഞ്ഞ് വരാൻ വേണ്ടി ആ മുട്ട ഇരിക്കണം. അവർ വിചാരിച്ച് ചിലപ്പോൾ 1, 2, 3 ഒക്കെ മുട്ടകൾ അങ്ങനെ ഉണ്ടാക്കും. ആ മുട്ടക്ക് അവിടെ കുറച്ച് അടട ഭാഗം കുറച്ച് കട്ട് ചെയ്ത് സ്പേസ് ഉണ്ടാക്കിയിട്ട്, റാണി ഇത്തിരി വലിപ്പമുള്ള ആളാണ് ഈച്ച, മറ്റേ ഈച്ചകളെക്കാളും കുറച്ച് വലിപ്പമുണ്ട്. അതിനു വേണ്ടി വളരുന്നല്ലോ, ആ കുഴിയിൽ വളരുന്നല്ലോ. അപ്പോൾ സാധാ വേലക്കാരി ഈച്ച വളരേണ്ട ആ സ്പേസ് പോലെ റാണീച്ച വളരാൻ ആ സ്പേസിൽ അതിനതൊന്ന് തുരന്ന് കുറച്ച് വലിപ്പം കൂട്ടി കുറച്ച് താഴത്തേക്ക് അതിനൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവരും. ആ ഭാഗത്തേക്ക് അവർ കൊടുക്കുന്നത് റോയൽ ജെല്ലാണ്. റാണിക്ക് വളരാൻ വേണ്ടി അവർ ആ മുട്ടയാവുമ്പോൾ കൊടുക്കുന്നത് തന്നെ, മുട്ടയിലിരിക്കുന്ന റാണിക്ക് കൊടുക്കുന്നത് തന്നെ അവർ റോയൽ ജെല്ലാണ്. അങ്ങനെയാണ് പിന്നെ അതൊരു റാണിയായിട്ട് വിരിഞ്ഞ് പുറത്ത് വരുന്നത്. ആ റാണി വരുന്നതോടുകൂടി എന്തായി, ഒന്ന് നടക്കാൻ പോകുന്നതാണ്. അതായത് ഒരു കൂട്ടിലെ റാണി പുറപ്പെടുവിക്കുന്ന ഒരു അത്തർ എന്ന് പറയും, നമ്മൾ ഒരു സ്പ്രേ എന്ന് പറയും. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലൊരു കൂടുണ്ട്, ആ കൂട്ടിലുള്ള റാണിക്ക് ഒരു മണമുണ്ട്. ആ മണം ആ കൂടിനെ മൊത്തം കവർ ചെയ്ത് നിൽക്കുകയാണ്. ആ ഈച്ചകൾക്കും അതിലുള്ള ഈച്ചകൾക്കും ആ പെട്ടിയുടെ ഉള്ളിലും അവർക്കറിയാം, നമുക്കറിയില്ല, നമുക്കത് തിരിച്ചറിയില്ല. ആ റാണിക്കൊരു മണം വരുന്നുണ്ട്. ആ റാണി അതിങ്ങനെ ഫെറമൺ ഇങ്ങനെ പുറത്തേക്ക് എപ്പോഴും പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അതിൻ്റെ മുഖം കൊണ്ടാണോ അതിൻ്റെ വേറെ എന്തെങ്കിലും ഭാഗം കൊണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ആ സ്മെല്ല് 24 മണിക്കൂറും ഈ പുറത്തേക്ക് ഇത് തള്ളുന്നത് കാരണം ഈ കൂട്ടിലുള്ള ഈച്ചകൾക്ക് ആ റാണിയെ തിരിച്ചറിയാം, ആ റാണി അവിടെ ഉണ്ടെന്നുള്ളത് അറിയാം. പക്ഷേ പുതിയൊരാൾ വിരിഞ്ഞു വന്നല്ലോ, അയാൾക്ക് മണം വേറെ ആയിരിക്കും. ആ റാണിക്ക് വിരിഞ്ഞു വന്ന പുതിയ കുഞ്ഞു റാണിക്ക് മറ്റേ റാണിയുടെ മോളാണെങ്കിലും അതിൻ്റെ മണം
വേറൊരു മണമാണ്. അത് പുറത്തേക്ക് വന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാം, പഴയ റാണിക്ക് അറിയാം അങ്ങ് വേറെ വന്നുവിടെ ഇനിയിപ്പോൾ ഇവിടെ ചാൻസ് ഇല്ലാത്തത്. ഈ 60% ഈച്ചനെയും കൊണ്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും തേനീച്ചക്കൂട്ടം പോണത് അല്ലേ, ഈച്ചപ്പാറി പോണത് കണ്ടിട്ടാവുമല്ലോ, ആ പോണത് ഈ അവസ്ഥയാണ്. അപ്പോൾ അതിൽ പിന്നെ 40% ഏകദേശം ഈച്ചകൾ അപ്പോൾ അവിടെ എല്ലാവരും പോയിട്ടുണ്ടാവും. പിന്നെ ബാക്കി വരുന്ന ആരാന്നറിയോ, ഒന്നും അറിയാത്ത പാവങ്ങൾ തീറ്റ തേടി കുറച്ച് പുറത്ത് പോയിട്ടുണ്ടാവും. അവരിവർ പോയതറിയില്ല. തീറ്റ തേടി കുറച്ച് ഈച്ചകൾ പുറത്ത് പോയിട്ടുണ്ടാവും. ഈ പോയത് അവരറിയില്ല. അവർ പാവങ്ങൾ ഇതിൽ വന്ന് കയറും. ഇതിൽ വന്ന് കയറി കഴിയുമ്പോൾ ഇവിടുത്തെ റാണിയില്ല, ഇത്രയും ഈച്ചകളുണ്ടാകുന്ന പോലെയൊന്നും കാണില്ല. പക്ഷേ അവർ പോയ വഴി പറ്ററിയില്ലല്ലോ എവിടെയാണെന്ന്. കാരണം ഈ റാണി മണം പിടിച്ചിട്ടാണ് മറ്റൊരു പോണത്. കൂട്ടത്തിൽ പോണവർ അവളുടെ മണം പിടിച്ചും കൊണ്ടാണ് പുറകെ ഓടുന്നത്. പക്ഷേ ഈ പുറത്ത് പോയി തീറ്റ തേടി പോയി തേനും പൂമ്പൊടി കൊണ്ടുവരാൻ പോയതൊന്നും ഇതറിയില്ല. അവരെന്ത് ചെയ്യും പാവങ്ങൾ. പുതിയ റാണി ഏതായാലും പിന്നെ ഉണ്ടല്ലോ, ഇനി ഓളെ പരിചരിക്കാം, ഓളെ നമുക്ക് ഒരാളാക്കാം, നമ്മളെ നാഥനായി എന്നുള്ള വിശ്വാസത്തിൽ അവളെ കൂടെ അവരുണ്ടാവും. അതോടൊപ്പം ബാക്കി ആരുണ്ടാവും, കുറച്ചാൾക്കാർ വിരിഞ്ഞ് വരാനുണ്ടാവും കൂട്ടിൽ. മുട്ട മുഴുവൻ വിരിഞ്ഞിട്ടുണ്ടാവില്ല. റാണി ഇട്ട് വെച്ച മുട്ട ഉണ്ട്, പഴയ റാണി പോയ റാണി ഇട്ട് വെച്ച കുറച്ച് മുട്ട ഉണ്ടാവും. അത് വിരിഞ്ഞ് വരുമ്പോൾ ആ മക്കളും കൂടി പിന്നെ ഇവർ പുതിയൊരു കുടുംബമായിട്ട് അവർ വേറെ ജീവിക്കും. ഇതാണ് റാണി സെറ്റ് പിരിഞ്ഞു പോകാനുള്ള കാരണം. എങ്ങനെ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ, അംഗങ്ങൾ കൂടി കൂട്ടിൽ 6 അട പൂർത്തിയായി, ഇനി ഇവിടെ നിൽക്കാൻ ചാൻസ് ഇല്ല, നമുക്കിനി പിരിഞ്ഞു പോയേ പറ്റുള്ളൂ എന്നുള്ളൊരു ടെൻഡൻസി ഈച്ചകൾക്ക് ഉണ്ടാവും. റാണിയും കൊണ്ട് അവർ പോകും. അപ്പോൾ അതിന് നമ്മൾ ഇട വരുത്താതിരിക്കണം. എങ്ങനെ കർഷകന് എന്ത് വേണം, 6 അട പൂർത്തിയാവുമ്പോൾ പിന്നെ എന്തായി, നമ്മൾ കൂടിനെ നമ്മളായിട്ട് തന്നെ പിരിച്ചു കൊടുക്കുക. അവർ പിരിഞ്ഞു പോകാനേക്കാണ്ട് നമ്മൾ തന്നെ പിരിച്ചു കൊടുക്കുക. എങ്ങനെ പിരിച്ചു കൊടുക്കും? ഇപ്പോൾ ഒന്നുകിൽ എനിക്ക് നിങ്ങളുടെ ഒരു കൂട് വേണം, ഞാൻ ചോദിക്കുകയാണ് എനിക്കൊരു പെട്ടി ഈച്ച തരുമോ അല്ലേ, കർഷകരോട് ചോദിക്കുകയാണ് എനിക്കൊരു പെട്ടി എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് ഈച്ചനെ തരുമോ എന്ന് ചോദിക്കും. ഞാൻ ചോദിക്കും. അപ്പോൾ നിങ്ങളെന്ത് പറയും, ഞാൻ എൻ്റെ അടുത്ത് ഈച്ചാന്ന് പറയും. എങ്ങനെ എന്താ ചെയ്യുക, നിലവിലുള്ള റാണിനി അതിൽ പകുതി ഈച്ചനും ഞാൻ അടുത്ത കച്ചവടം, അത് കച്ചവടം ചെയ്തു. അപ്പോൾ അതാ എൻ്റെ അടുത്ത് ഈച്ചനെ വാങ്ങിയ കുറേ ആളുകളുണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്യും, എനിക്കിപ്പോൾ പഴയ റാണി വേണ്ട, എനിക്ക് തന്നെ ആ റാണിനെ മാറ്റാം, എനിക്കൊരു ബിസിനസ്സല്ല എൻ്റെത്. ആ റാണിനെയും പകുതി ഈച്ചകളും ഞാൻ മറ്റൊരു കർഷകന് കൊടുക്കുന്നു. ബാക്കി 3 ഫ്ലെയിമിൽ ഈച്ചകളുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ആ റാണിനെ ഞാൻ കൊടുത്ത എൻ്റെ കയ്യിൽ നിലവിലുള്ള റാണി പോയാൽ ഉടനെ അടുത്ത പണി എന്താ അവിടെ നടക്കുന്നത്, മറ്റൊരു പുതിയ റാണിനെ ഉണ്ടാക്കും. കാരണം റാണി പോയി റാണിൻ്റെ മണം കാണാനില്ല, കേൾക്കാനില്ല. 10 സെക്കൻഡ് കൊണ്ട് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിലവിലൊരു റാണിനെ ഒരു കർഷകൻ മറ്റൊരു കർഷകന് കൊടുത്തു കഴിഞ്ഞാൽ 10 സെക്കൻഡ് കൊണ്ട് കൂട്ടിലുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും നമുക്ക് റാണി ഇല്ല എന്നുള്ളത്. കാരണം പുറമണില്ലല്ലോ, മണം വരുന്നില്ലല്ലോ. മണം ഇല്ലാതെ ആകുമ്പോൾ റാണി ഇല്ല എന്നുള്ളത് അവരുറപ്പിക്കും. അവരെന്ത് ചെയ്യും, അടുത്ത പണി എന്തായി, നമുക്ക് റാണി വേണമല്ലോ, കൂട്ടിൽ റാണി ഇല്ലല്ലോ, അത് പുതിയ റാണിനെ ഉണ്ടാക്കാനുള്ള തന്ത്രം അപ്പോൾ തുടങ്ങും. എന്താ ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ആ റാണി ഇട്ട നല്ല മുട്ട ഉണ്ടാവും, പുഴുവായിട്ടിരിക്കുന്ന മുട്ട ഉണ്ടാവും. ആ മുട്ട ഇരിക്കുന്ന ഭാഗത്തേക്ക് അവരൊന്ന് സ്പേസ് ഉണ്ടാക്കി അതിലേക്ക് റോയൽ ജെല്ല് കൊടുത്ത് അതിൽ ഒരു കുഞ്ഞു റാണിനെ അവർ വളർത്തും. ആ റാണി 12ാമത്തെ ദിവസം വിരിഞ്ഞ് പുറത്തിറങ്ങും. 12ാമത്തെ ദിവസം വിരിഞ്ഞ് പുറത്തിറങ്ങും. 15ാമത്തെ ദിവസം അതിലുള്ള ആണീച്ചകളുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ആണീച്ചകൾ മടിയനാണെന്ന്. മടിയൻ്റെ ഒറ്റൊരു ജോലി എന്താണെന്നറിയോ, പുതിയ വിരിഞ്ഞ് വരുന്ന റാണിക്ക് പിന്നെ ബീജസങ്കലനത്തിനൊരു ആണ് വേണമല്ലോ എന്തായാലും. അങ്ങനെ അതിൽ കൂട്ടിലുള്ള 4 or 5 മടിയന്മാർ ഈച്ചകൾ പിന്നെ റാണി പുതിയ വിരിഞ്ഞ് വന്ന റാണിയായിട്ട് 15ാമത്തെ ദിവസം മീറ്റിന് പോയി പുറത്ത് പോയി മീറ്റ് കഴിഞ്ഞ് തിരിച്ച് റാണി കൂട്ടിൽ തന്നെ കയറി വരികയാണ്. അതും കൂടിൻ്റെ ഉള്ളിൽ നടക്കുന്നില്ല. കൂടിൻ്റെ ഉള്ളിൽ ഒന്നും നടക്കില്ല. കൂടിൻ്റെ ഉള്ളിൽ അവർ ജീവിക്കുന്നു, അവരുടെ ഭക്ഷണം, അവരുടെ കുഞ്ഞു മക്കളെ വളർത്തുന്നു, തേൻ ശേഖരിക്കുന്നു, പൂമ്പൊടി ശേഖരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. റാണി മീറ്റിന് പോണത് പോലും പുറത്തേക്കാണ്. ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം ഒറ്റൊരു തവണ റാണി ജീവിതത്തിൽ മീറ്റിന് പോകുന്നുള്ളൂ. ആ മീറ്റിന് പോയി അന്ന് ശേഖരിക്കുന്ന സമനം ഉപയോഗിച്ചാണ് അതിൻ്റെ ആജീവനാന്തം അത് മുട്ട ഇട്ടുകൊണ്ടിരിക്കണം. പിന്നെ റാണി പുറത്ത് പോകണില്ല. പിന്നെ പുറത്ത് പോണത് സെറ്റ് പിരിഞ്ഞ് പോകാൻ മാത്രം. കൂടിന്ന് വെളിയിൽ പിന്നെ റാണി പോണത് ആ കൂട് പോരാ, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉറുമ്പ് കയറുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിന് ബുദ്ധിമുട്ട് വരുമോ കൂടുതൽ വരുമോ ചെയ്തെങ്കിൽ മാത്രമേ റാണി പിന്നെ
പുറത്ത് പോകുള്ളൂ. ആണീച്ചകൾ മാത്രം അവർ വൈകുന്നേരങ്ങളിൽ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോകുന്നുണ്ട്. ഒരു 4 മണി സമയത്ത് നമ്മൾ കൂടിൻ്റെ പരിസരത്ത് നോക്കിയാൽ കാണാം ആണീച്ചകൾ ഇങ്ങനെ വട്ടം കറങ്ങുന്നത്. അതൊരു എന്തെങ്കിലും പിന്നെ വിസർജ്യത്തിനൊക്കെ പോണതായിരിക്കും. ബാക്കി കാര്യങ്ങൾ റാണി അതോടുകൂടി റാണി അതിന് ജീവിതാവസാനം വരെയുള്ള അതിൻ്റെ മുട്ട ഇടാനുള്ള സമയം ഈ ഒറ്റ തവണ അതിൻ്റെ ഒരു മീറ്റോടുകൂടി അത് കളക്ട് ചെയ്യുന്നുണ്ട്. 4-5 ഈച്ചകളായിട്ടാണ് ആ സമയത്ത് റാണി മീറ്റ് ചെയ്യണമെന്നാണ് പഠനം. 4-5 ഈച്ചകൾ. ആ ഈച്ചകൾ ആണീച്ചകൾ അപ്പോഴേ ചത്തുപോവുകയാണ്. ആ ഈച്ചകൾ പിന്നെ തിരിച്ചു വരുന്നില്ല. ആ റാണിയുടെ കൂടെ പോയ ആണീച്ചകളൊന്നും പിന്നെ കൂട്ടിക്ക് തിരിച്ചു വരില്ല. അവരതോടുകൂടി ചത്തുപോകും. ഉയരങ്ങളിലേക്ക് പറന്ന് എത്രത്തോളം റാണിക്ക് ഉയരത്തിലേക്ക് പറക്കാൻ കഴിയണോ അത്രക്കും ഉയരത്തിൽ പറന്ന് പോയിട്ട് മരത്തിൻ്റെ കൊമ്പിലോ ചില്ലിയിലോ ഒക്കെ ഇരുന്നാണ് അത് ഇണചേരുന്നത്. പിന്നെ ആണീച്ചയായിട്ട് ഇണചേരുന്നത്. അത് ഒരാണീച്ചയല്ല, 2 4-5 ഈച്ചകൾ. ചിലപ്പോൾ അടുത്ത കൂട്ടിൽ നിന്നുള്ള ഈച്ചകളും കൂടി പോകും. ആണീച്ചകളും കൂടി അടുത്ത കൂട്ടിൽ നിന്ന് മണം പിടിച്ചിട്ട് അവരും കൂടി കൂടെ പോയിട്ടാണ് പിന്നെ ക്രിയ നടന്ന് നേരെ തിരിച്ച് റാണി അതിൻ്റെ കൂട്ടിൽ തന്നെ വരുന്നു. 6ാമത്തെ ദിവസം മുതൽ അത് മുട്ട ഇട്ട് തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞു റാണി ഇട്ട മുട്ട വേലക്കാരിയുടെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ അത് പിരിയാൻ 21 ദിവസമെന്ന് പറയുന്നു. പക്ഷേ ഒരു റാണി നഷ്ടപ്പെട്ട കൂട്ടിൽ പുതിയൊരു റാണി വിരിഞ്ഞു വരാൻ അതിൻ്റെ പകുതി ദിവസം കൊണ്ട് 10, 11, 12 മാക്സിമം അത്രേ പോകുള്ളൂ. ചിലപ്പോൾ 9ാമത്തെ ദിവസം പിരിയാൻ മാത്രം. അത് മുട്ടയുടെ അതിൻ്റെ ഘട്ടത്തിനനുസരിച്ച് ഏറ്റവും ചെറിയ നൂൽമുട്ടക്കാണോ ഇവർ റോയൽ ജെല്ല് കൊടുത്ത് റാണിയാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1-2 ദിവസം അങ്ങോട്ട് പോകും. അത്യാവശ്യം മുഴുത്ത പുഴുവിനാണോ ഇവർ റോയൽ ജെല്ല് കൊടുത്തിട്ട് അവരെ റാണിയാക്കാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി നേരത്തെ റാണി വിരിയുന്നു. അപ്പോൾ റാണി ഇല്ലാത്തൊരു കൂട്ടിൽ ഇപ്പോൾ ഞാൻ എൻ്റെ നിലവിലുള്ള റാണിനെ കൊടുക്കണേന് എനിക്കൊരു സങ്കടവും ഇല്ല. കാരണം എന്താണ്, എനിക്ക് 10-600 രൂപ കിട്ടും ചെയ്യും. 12ാമത്തെ ദിവസം എനിക്ക് പുതിയ റാണി ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. പുതിയ റാണി എൻ്റെ വീട്ടിൽ ഉണ്ടാവുന്നുള്ളത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ കൃഷി വളർത്തുന്നത്. അപ്പോൾ കൃഷി എന്നുള്ള ലാഭം എന്ന് പറയുമ്പോൾ തേന് മാത്രമല്ല, നമ്മൾ തേനീച്ച കോളനി കൊടുത്തിട്ടും അതുപോലെ തേനിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ നല്ല വരുമാനമാണ്. റബ്ബർ ബോർഡ് കൊണ്ടുവന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം റബ്ബറാണ് ഏറ്റവും കൂടുതൽ തേന് കിട്ടുന്ന മരം. അതായത് പൂക്കളിൽ നിന്ന് നമുക്ക് പറയാം, പൂക്കളിൽ നിന്ന് തേനൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും പൂക്കളിൽ നിന്നൊക്കെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളൂ. പിന്നെ അതിന് മാത്രമൊന്നും പൂക്കളൊന്നും നമ്മുടെ നാട്ടിലില്ല അല്ലേ. നമ്മൾ വല്ല സൂര്യകാന്തി കൃഷിയോ അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ കടുക് കൃഷിയൊക്കെ ചെയ്യുന്ന തമിഴ് നാട്ടിലൊക്കെയാണ് അതിൽ നിന്നുള്ള തേനൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലൊന്നും പൂക്കളില്ല. അതിന് മാത്രമുള്ള പൂക്കളും വീട്ടിൻ്റെ മുറ്റത്ത് 4 ചെടി ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും തേനീച്ചനെ വളർത്താൻ പറ്റില്ല. പക്ഷെ തേനീച്ചക്ക് തേന ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്രോതസ്സ് സത്യം പറഞ്ഞാൽ റബ്ബർ മരമാണ്. പിന്നെ നമ്മുടെ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ തേനീച്ച കൃഷിക്ക് വളരെ സാധ്യതയുള്ള ജില്ലയും കൂടിയാണ് കേട്ടോ. അതുകൂടി നമുക്ക് അഭിമാനിക്കാം. അതിൻ്റെ കാരണം എന്താണെന്നറിയാം, തേനീച്ചകൾക്ക് തേന് മാത്രം പോരാ, പിന്നെ ഒന്നും കൂടി വേണമല്ലോ, പൂമ്പൊടി അല്ലേ, പോളൻ. പൂമ്പൊടി കൂടി വേണം, 2 കൂടി വേണം. അതിൽ ഏറ്റവും കൂടുതൽ പൂമ്പൊടി ഉള്ളത് എവിടെ അറിയുമോ? തെങ്ങിലാണ്. തെങ്ങിലാണ് ഏറ്റവും കൂടുതൽ പൂമ്പൊടി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമ്മുടെ മലപ്പുറം ജില്ലയിൽ തെങ്ങുണ്ട് റബ്ബറും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ പാലക്കാട് അവിടെ ഒരു ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഞങ്ങൾക്ക് മണിച്ചെല്ലപ്പ സാറിനാണ് ഒരു സാറ് ക്ലാസ് എടുത്തിരുന്നു. സാറ് പറയാണ് പിന്നെ മലപ്പുറം ജില്ലക്കാരൊക്കെ ഉണ്ട് ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ജില്ലയാണ് തേനീച്ചയ്ക്ക് ഏറ്റവും സാധ്യത. കാരണം മറ്റുള്ള ജില്ലകളിൽ തെങ്ങ് കുറവുള്ള ജില്ലകളുണ്ട്. കോട്ടയ ഭാഗത്തൊക്കെ തെങ്ങ് കുറവാണല്ലോ, പക്ഷെ റബ്ബറുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. പൂമ്പൊടി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അവർക്ക് ഈ ക്ഷാമകാലം ഉണ്ടല്ലോ, ക്ഷാമകാലത്ത് ഭയങ്കര പ്രശ്നം. ഇപ്പോൾ കുറച്ച് പൂമ്പൊടിയൊക്കെ കിട്ടും. കാരണം വെച്ചാൽ ഇപ്പം പിന്നെ ഈ സമയം അതുകൊണ്ട് പൂക്കളിൽ നിന്നൊക്കെ കുറച്ച് പൂമ്പൊടി കിട്ടും. തെങ്ങിൻ്റെ പ്രത്യേകത അറിയില്ലേ, ഓരോ ചൊട്ടിയിൽ ഒരു പൂക്കുലുണ്ട്. തെങ്ങിന് കാലാവസ്ഥ അല്ലല്ലോ കായ്ക്കാൻ. മറ്റുള്ള എല്ലാ വിളകൾക്കും പ്രത്യേക കാലാവസ്ഥ സമയമുണ്ട് അല്ലേ. തെങ്ങിൻ്റെ ഓരോ ചൊട്ടിയിലും ഓരോ പൂങ്കുലുണ്ട്. അതിപ്പം പൂങ്കുല എന്ന് പറയുമ്പം പിന്നെ ആൺപൂവ് ഇഷ്ടംപോലെ ഉണ്ടാവും തെങ്ങിൽ. അതിലാണ് പൂമ്പൊടി ഉള്ളത്. അപ്പോൾ തേങ്ങ പിടിച്ചിട്ടില്ലെങ്കിൽ തേങ്ങ ഇല്ലെങ്കിലും ആ പൂങ്കുല വിരിഞ്ഞാൽ മതി തേനീച്ചക്ക്. അപ്പോൾ തേനീച്ച പിന്നെ ചെറുതേനീച്ച കൂടുതൽ ഉയരങ്ങളിൽ പറക്കില്ല. അപ്പോൾ നമ്മുടെ ഈ ഞൊടിയനീച്ചയാണ് കൂടുതൽ ഉയരത്തിൽ പറക്കുക. അപ്പോൾ ഞൊടിയനീച്ചക്ക് എത്ര ഉയരത്തിൽ പോയിട്ടും പൂമ്പൊടി തേനും കളക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ തേനീച്ചക്ക് പൂമ്പൊടി വേണം, അതുപോലെ ഇപ്പം തേനും വേണം. അപ്പോൾ തേനിന് കൂടുതൽ റബ്ബറുണ്ട്, പൂമ്പൊടിക്ക് കൂടുതൽ തെങ്ങുമുണ്ട്. അപ്പോൾ രണ്ടിനും സാധ്യത ഉള്ളൊരു ഒരു നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല ശരിക്കും പറയണമെന്നുണ്ട്.
അപ്പോൾ പൂമ്പൊടി പിന്നെ തേനും ആണ് തേനീച്ചയുടെ ഭക്ഷണം, നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ പൂമ്പൊടി നമ്മളത്ര കാര്യമാക്കുന്നില്ല, പക്ഷേ പൂമ്പൊടി നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ തേനീച്ച വളർത്തുന്ന കൂട്ടിൽ നിന്ന് ശരിക്കും പൂമ്പൊടിയും കിട്ടും, നമുക്ക് പൂമ്പൊടി എടുക്കാൻ പറ്റും. 40,000 രൂപ ഒരു കിലോ പൂമ്പൊടിക്ക്. ആരെങ്കിലും അറിയുന്നുണ്ടോ പൂമ്പൊടിക്ക്? പൂമ്പൊടിനെ കുറിച്ചുള്ള റിസർച്ച് നടത്തിയിൽ ഇന്ന് നമ്മുടെ ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ടല്ലോ, ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് പ്രോട്ടീന് അത്യാവശ്യം കൂടുതൽ കൊടുക്കണം. മുട്ടയിലുള്ളതിനേക്കാളും 10 മടങ്ങ് പ്രോട്ടീൻ ഉണ്ട് പൂമ്പൊടിയിൽ നിന്നാണ് റിസർച്ച്. അപ്പോൾ ഈ പൂമ്പൊടി ഇപ്പോൾ കളക്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള പിന്നെ വലിയ സെൻറ്ററുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. 40,000 രൂപ എത്ര ഒരു കിലോ വില. അപ്പം അത്രയും സാധ്യതകളുണ്ട് നമ്മളെ തേനീച്ച കൃഷിയിൽ. നമ്മൾ വിചാരിക്കും തേന് മാത്രം ഒരു വരുമാനം എന്നാണ്. തേന് മാത്രമല്ല വരുമാനം, തേനീച്ചിന് തേനിൻ്റെ മെഴുക് വരുമാനമാണ്. തേനീച്ചയുടെ മെഴുക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനെന്ന് സാധ്യതകളുണ്ട്. ഞാനൊക്കെ ചെയ്യുന്നുണ്ട്, വീട്ടിൽ ചെയ്യുന്നുണ്ട്, വിൽപ്പന നടത്തുന്നുണ്ട്, ഞാനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ അപ്പം ഇനിയിപ്പോൾ തേനീച്ച കൃഷി നമുക്ക് 10 സെൻറ്റുള്ള സ്ഥലം എന്നുണ്ടെങ്കിലും നമുക്ക് തേനീച്ചനെ വളർത്താൻ അധികം സ്ഥലം വേണ്ടല്ലോ. ഒരു പെട്ടി തേനീച്ച വെക്കാൻ ഒരു 3 മീറ്റർ ഗ്യാപ്പിൽ നമുക്ക് ഓരോ പെട്ടി വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പെട്ടി അങ്ങനെ വെച്ചാലും നമ്മൾ റബ്ബറുള്ള ഏരിയയിലേക്ക് മാറ്റുമെന്ന് മാത്രം. തേനുള്ള സമയത്ത് റബ്ബറുള്ള ഏരിയയിലേക്ക് ഒരു ഹെക്ടർ റബ്ബറിന് 10 ബോക്സ് കണക്ക് കേട്ടോ. ഒരു ഹെക്ടർ റബ്ബറിൻ തോട്ടത്തിൽ 10 തേനീച്ചപ്പെട്ടിയാണ് നമുക്ക് കണക്ക് വെച്ചിട്ട്. അതെന്താണെന്ന് വെച്ചാൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേന് കുറയും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഒരു 2 ഹെക്ടർ 5 ഏക്കർ റബ്ബർ തോട്ടത്തിൽ ഒരു 10ഓ 20ഓ കോളനി വെക്കുക, അടുത്ത സ്ഥലം നോക്കുക. അപ്പോൾ തേനീച്ച സഞ്ചരിക്കുന്ന ദൂരം ആകെ പിന്നെ 2 കിലോമീറ്ററാണ്. 2 കിലോമീറ്ററാണ് ഒരു തേനീച്ച സഞ്ചരിക്കുക. കൂട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരത്തേക്ക് അത് പോകുള്ളൂ. അതിന് 2 കിലോമീറ്റർ ദൂരത്തേക്ക് അധികം സഞ്ചരിക്കാനും പറക്കാനും അതിന് കഴിയാത്തത് കൊണ്ടല്ല. ആ പാവം അതിലും ഒരു പോയിന്റ് കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മളെ കൂട്ടിലുള്ള റാണി പുറപ്പെടുവിക്കുന്ന ഒരു ഫെറമൺ ഉണ്ടെന്ന്. ആ ഫെറമണ് ആ ഈച്ചയുടെ ശരീരത്തിലുണ്ടാവും, മനസ്സിലായോ? ആ ഈച്ചയുടെ ശരീരത്തിൽ ആ മണ്ണുണ്ടാവും. 2 കിലോമീറ്റർ ദൂരം അത് പോയി സഞ്ചരിച്ച് 2 കിലോമീറ്റർ അല്ല, അതിൻ്റെ 2 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ടൈം അതിന് പറന്ന് അവിടുന്ന് പോയി 2 കിലോമീറ്റർ എവിടെയാണ് എത്തുന്നത്, അതിനെടുക്കുന്ന ടൈം തിരിച്ചിവിടെ കൂട്ടിൽ വരാനുള്ള ടൈമും ആ ടൈമിനിടയിൽ അതിൻ്റെ മണം നഷ്ടപ്പെടും. ആ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ കൂട്ടിലുള്ള മറ്റൊരവർ അതിനെ അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് അത് 2 കിലോമീറ്റർ എന്നുള്ള ദൂരത്തിൻ്റെ കണക്ക് പറഞ്ഞത്. 2 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ചിലപ്പോൾ അടുത്ത് ഒരു കിലോമീറ്റർ ദൂരം തന്നെ പോയി അവിടെ പൂമ്പൊടിയൊക്കെ എടുത്തിട്ട് അത് സമയം വൈകില്ല. കാരണം അതിനറിയാം എൻ്റെ ടൈം കഴിഞ്ഞാൽ എന്നെ കൂട്ടി ചെന്നാൽ മറ്റുള്ളവർ കയറ്റൂല. കാരണം അപ്പോൾ അവർ ആ കൂട്ടി തയ്ച്ചായിട്ട് അവർ അംഗീകരിക്കില്ല, അതിനെ പുറത്തേക്കാക്കും, വലിച്ച് പുറത്തേക്ക് ഇടുമായിരിക്കും. അപ്പോൾ അത്രയും അതിൻ്റെ എന്തെന്നാ പറയുക, വളരെ കൃത്യത സൂക്ഷ്മതയുള്ള ഒരു ജീവിയാണ് തേനീച്ച. ഈ 2 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അത് തിരിച്ചു വരുന്നു, വീണ്ടും കൂട്ടിൽ വന്നാൽ എന്തായി, ഫെറമൺ വീണ്ടും അതിന് കിട്ടി. ശരീരത്തിൽ പോയത് കൂട്ടിൽ കയറുന്നതോട് കൂടി പിന്നെ അതിന് കിട്ടും, പിന്നെയും പോകും, പിന്നെയും പോയിട്ട് ഈ ടൈം കണക്കൊക്കെ കൂട്ടി അത് പിന്നെ വീണ്ടും തിരിച്ചു വരും. ഒരു തേനീച്ച ഒരു കൂട്ടിൽ നിന്ന് അത് തേനെടുക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ടെങ്കിൽ തേനീച്ച കൂട്ടിലെ വേലക്കാരി ഈച്ചകളെ അവർ 5ഓ 6ഓ വിഭാഗമായിട്ട് വെച്ചിട്ടുണ്ട്. അവർക്കറിയാം ഒരു തേനീച്ച കുഞ്ഞ് അതിൻ്റെ മുട്ടയെന്ന് വിരിഞ്ഞ് പുറത്ത് വരുമ്പോൾ അതിനറിയാം അതിൻ്റെ ജോലി എന്താണ്, എന്ത് ജോലിയാണ് അത് ചെയ്യേണ്ടതെന്ന് അതിന് തിരിച്ചറിവുണ്ട്. ഒന്നുകിൽ അത് കൂടെ വൃത്തിയാക്കുന്ന ജോലിയായിരിക്കും, അല്ലെങ്കിൽ മെഴുകി കളക്ട് ചെയ്യുന്ന ജോലിയായിരിക്കും, അല്ലെങ്കിൽ റാണിയുടെ പരിചാരകയായിരിക്കും, അല്ലെങ്കിൽ വെള്ളം കൊണ്ടുവരുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ തേനും പൂമ്പൊടി എടുക്കുന്ന ആളായിരിക്കും. അതായത് ഓരോന്നിനും സെക്ഷനാണ്. തേനും പൂമ്പൊടിയും കൊണ്ടുവരാൻ ഒരു സെക്ഷൻ, കൂട് വൃത്തിയാക്കാനൊരു സെക്ഷൻ, മെഴുക് ഉപയോഗിച്ച് അട നിർമ്മിക്കുന്നത് മറ്റൊരു സെക്ഷൻ, കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് വേറൊരു സെക്ഷൻ, റാണിക്ക് പരിചാരകയായിട്ട് ഒരു സെക്ഷൻ, നമ്മളെ ആക്രമിക്കാൻ ഒരു സെക്ഷൻ, നമ്മളെ ആക്രമിക്കാൻ, അതായത് കൂടിനെ നമ്മൾ ചെല്ലുന്ന സമയത്ത് കുത്താനായിട്ട് ഒരു വിഭാഗമുണ്ട്. എല്ലാവരും കുത്തൂല, എല്ലാ ഈച്ചകളും കുത്തൂല, കുത്താൻ മാത്രമുള്ള CID കളുണ്ട്, കുത്താനായിട്ടുള്ളവരുണ്ട്, അവർക്ക് കുത്തൽ മാത്രമാണ്. പിന്നെ കൂട് നമുക്ക് തേനീച്ചൻ്റെ കൂട്ടിൽ നിങ്ങൾ എൻട്രൻസിലൊന്ന് പോയി നോക്കണം, കുറച്ച് ആൾക്കാർ ഇങ്ങനെ തല ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ടാവും അല്ലേ,
അവരൊക്കെ കൈപ്പെട്ടോല. ഇനി അതിലൊക്കെ ഭയങ്കര രസമുള്ള വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ തേന് പൂമ്പൊടിയും കളക്ട് ചെയ്യാൻ പോകുന്നു. തേനീച്ച കൊണ്ടുവരുന്നത് എന്താണ് ശരിക്കും? പൂവിന് എന്താ എടുക്കുന്നത് അറിയോ? തേനല്ലല്ലോ. നമ്മളിപ്പോൾ ഒരു സ്പൂണിൽ നമ്മൾ ഒഴിച്ച് കുടിക്കുന്നത് തേനല്ല പൂവിലുള്ളത്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ മറ്റേ വാഴമ്പോള എടുത്ത് കുടിക്കല്ലേ? നമ്മളൊക്കെ തേനാന്നാണ് പറഞ്ഞല്ലേ? തേനാണ്, പക്ഷെ അതിന് പേര് നെക്ടറിനാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ? നെക്ടറിനാണ് അതിന് പേര്, തേനല്ല. പൂവിൽ നിന്ന് നമുക്ക് തേനല്ല കിട്ടുന്നത്, നെക്ടറാണ്. ഈ നെക്ടറാണ് തേനീച്ച എടുക്കുന്നത്. തേനീച്ച ഒരിക്കലും പൂവിന് തേനല്ല എടുക്കുന്നത്. നെക്ടർ എടുത്തിട്ട് ഇതിൻ്റെ ആമാശയത്തിനോട് ചേർന്നൊരു സഞ്ചിയുണ്ട്, അതിൻ്റെ നീഡിൽ കൂടി അത് പൂവിൽ ഇറങ്ങി പൂവിൻ്റെ ഉള്ളിൽ പോയി വലിച്ച് ഈ നെക്ടറാണ് അത് ഈ സഞ്ചിയിലാക്കി വരുന്നത്. അതിലൊരു സഞ്ചിയുണ്ട്, ഒരറുണ്ട്. ആമാശയം വേറെ, അതിൻ്റെ മറ്റുള്ള ഇതിലുള്ള അതിൻ്റെ കുടലും അതൊക്കെ ആയിട്ടുള്ള അറ വേറെ, ബാക്കി ഈ തേനറയായിട്ട് വേറെ അതിനൊരു സഞ്ചിയുണ്ട്. ആ സഞ്ചിയിൽ കളക്ട് ചെയ്തിട്ടാണ് അത് വരുന്നത്. അത് പൂവിന് നമ്മുടെ അതിൻ്റെ കൂട്ടിലേക്ക് സഞ്ചരിക്കുന്ന ആ സമയം ഉണ്ടല്ലോ, ആ സമയം എത്തുമ്പോഴേക്ക് ഈ ഒരു എൻസൈം ഉപയോഗിച്ച് ആ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് ഈ സഞ്ചിയിൽ വെച്ചിട്ട്. അതിൻ്റെ ശരീരത്തിൽ ഈ സഞ്ചിയിൽ കിടന്ന് ആ നെക്ടർ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്, അതിൻ്റെ വേറൊരു ഘടകം ചേർന്നിട്ട്. ആ കൊണ്ടുവരുന്ന സാധനം അത് നേരെ എന്താ ചെയ്യുന്നതെന്നറിയോ? ഒരിക്കലും അത് കൂട്ടിൽ ശേഖരിക്കല്ല, അത് മറ്റൊരു ഈച്ചയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ കൂട്ടിൽ കയറി കഴിഞ്ഞാൽ അത് വാങ്ങാനായിട്ട് ഈ കൂടിൻ്റെ എൻട്രൻസിൽ ഈച്ചകൾ തയ്യാറായി നിൽക്കുക, വരുന്നവരേക്കുന്നത് വാങ്ങാൻ വരുന്നു, അത് അവരുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കും. ആ ഈച്ചയുടെ ഈ അതേ സഞ്ചിയിൽ വേറൊരു സഞ്ചിയിൽ കിടന്ന് മറ്റൊരു രാസപ്രവർത്തനം നടക്കും. അത് വീണ്ടും വേറൊരു ഈച്ചയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കും. അത് അതിൻ്റെ മറ്റൊരു രാസപ്രവർത്തനം നടക്കുന്നു. 4-5 ഈച്ചകൾ കൈമാറി ലാസ്റ്റ് കിട്ടുന്ന ഈച്ചയാണ് അത് ആ ഹോളിലേക്ക് നിറച്ച് വെക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ആലോചിച്ചാൽ നമുക്കൊക്കെ മനസ്സിലാവും. അപ്പോഴേക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര ഉണ്ടാവും? ഇത്രയും പോകുന്ന ഒരു ഈച്ച, ഇത്ര വലിപ്പമുള്ളൊരു ഈച്ച, അതിൻ്റെ ആ നീഡിലും കൊണ്ട് അതാൻ്റെ സഞ്ചിയിലാക്കി കൊണ്ടുവന്ന സാധനം മറ്റൊരു ഈച്ചയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിൻ്റെ രാസപ്രവർത്തനം, അതിൻ്റെ ബാഷ്പീകരണമൊക്കെ നടന്നതിൻ്റെ ശേഷം മറ്റൊരു ഈച്ചയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. 5-6 ഈച്ച കഴിമറിഞ്ഞ് അവസാനം വരുന്ന കിട്ടുന്ന ഈച്ചയാണ് അതിനെ ഇതേ പ്രോസസ്സിങ്ങോടുകൂടി അതിൻ്റെ അറയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിലെത്രയായിരിക്കും ക്വാണ്ടിറ്റി ഉണ്ടാവുക? നമ്മൾ കണ്ണുകൊണ്ട് മൈക്രോസ്കോപ്പിൽ തടയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൈക്രോസ്കോപ്പിലും കൂടി അത് കണ്ടെത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്നറിയോ? ഒരു ഈച്ച എന്ന് പറയാം, ഒറ്റൊരു ഈച്ച 600 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് ഒരു തുള്ളി, നമ്മുടെ കൈവിരൽ മുക്കിക്കഴിഞ്ഞാൽ ഒരു തുള്ളി തേൻ നമ്മുടെ കയ്യിലേക്ക് ഒറ്റിക്കേണ്ട അത്ര അളവ് കിട്ടണമെങ്കിൽ ഒരു തുള്ളി തേനിന് വേണ്ടിയിട്ട് തേനീച്ച സഞ്ചരിക്കുന്ന ദൂരം 600 കിലോമീറ്ററാണ്. ഇവിടുന്ന് മദ്രാസിൽ കൂടി പോലല്ലോ 400 കിലോമീറ്ററുള്ള മദ്രാസിൽ. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? 55 ദിവസം ഇതിന് ആയുസ്സുള്ളൂ. അത് വരുന്നു, ഈ ഒരു ഡ്രോപ്പ് കൊടുക്കുന്നു, അടുത്ത പോണു, 2 കിലോമീറ്റർ പോണു, അടുത്താണെങ്കിൽ ഓക്കെ. അപ്പോൾ എന്തിനാണ് ഈ റബ്ബറും തോട്ടത്തിൽ പെട്ടി കൊണ്ടുപോയി വെക്കുന്നത്? മനസ്സിലായോ? റബ്ബറിൻ്റെ തേനീച്ചക്ക് ഇപ്പോൾ 2 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റുമെന്ന് നമ്മൾ പറയും, അത് സത്യമാണ്. തേനീച്ച 2 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെന്തിന് പെട്ടി റബ്ബർ തോട്ടത്തിൽ തന്നെ കൊണ്ടുപോയിരിക്കുന്നത്? അപ്പോൾ അവങ്ങൾക്ക് കൂടുതൽ ദൂരം പോകണ്ടെന്നാണ്, അതിനു വേണ്ടിയാണ്. കൂടുതൽ ദൂരം സഞ്ചരിക്കണ്ട തന്നെയല്ല, ഈ 2 കിലോമീറ്റർ പോയി അത്രയും സമയം എടുക്കുന്നുണ്ട് ഒരു ട്രിപ്പ് കൊണ്ടുവരാൻ. പിന്നെ അതിന് നേരെ എത്താകുമ്പോഴേക്ക് ഇത്ര ഉണ്ടല്ലോ, ടൈമുണ്ടല്ലോ, കണക്കുണ്ടല്ലോ. അപ്പോൾ എന്തായി? റബ്ബർ തോട്ടത്തിൽ തന്നെ തേനീച്ച പെട്ടിയാവുമ്പോൾ അത് പോണു വരുന്നു. ഭയങ്കര രസമായിട്ട് തേന് കൊണ്ടുവന്ന് കാണാൻ. ഭയങ്കര സ്പീഡായിരിക്കും, ഫാസ്റ്റ് ആയിരിക്കും. പോവുക വരിക കുറച്ചാൽ പോകും, കുറച്ചാൾക്കാരും വരും, കുറച്ചാൽ പോകും. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ തേനീച്ച അവർക്ക് ജോലിഭാരം കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ പെട്ടിനെ റബ്ബർ തോട്ടത്തിൽ തന്നെ കൊണ്ടുപോയി വെക്കണം, അല്ലെങ്കിൽ റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ നമുക്കും കാര്യമാണ്, അവർക്കും കാര്യമാണ്. അവർക്ക് ദൂരം സഞ്ചരിക്കണ്ട, നമുക്ക് അത്രയും കൂടുതൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഈച്ചയുടെ ഇത്രയും അധ്വാനം, ഒരു തേനീച്ചയുടെ ആയുസിൻ്റെ 600 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചതിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമുക്ക് കിട്ടുന്ന ഒരു തുള്ളി തേനെന്ന് പറഞ്ഞത്. അത്രത്തോളം വാല്യൂ ഉള്ള ഒരു വസ്തു ഈ ലോകത്ത് സ്വർണം പോലും ഉണ്ടാകുമെന്നുള്ളത് സംശയമാണ്.
അത്രയും അധ്വാനമുണ്ട് തേനീച്ചക്ക്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പക്ഷെ ആ ജോലിഭാരം നന്നായിട്ട് തേനീച്ചക്ക് നമ്മൾ ചുരുക്കി കൊടുക്കുകയാണ്, കുറച്ച് കൊടുക്കുകയാണ്. എങ്ങനെ നമ്മൾ അതിന് ഏറ്റവും കൂടുതൽ തേൻ കിട്ടുന്ന ഭാഗത്തേക്ക് പെട്ടിനെ നമ്മൾ മാറ്റി കൊടുത്തിട്ട്. അപ്പോൾ ഇന്ന് റബ്ബർ തോട്ടത്തിൽ നല്ലൊരു വരുമാനമാണ്. റബ്ബർ തോട്ടത്തിൻ്റെ മേഡം പറഞ്ഞതുപോലെ തന്നെ ഒരു ഇടവേളയായിട്ട് നല്ലൊരു വരുമാനമാണ് നമുക്ക് തേനീച്ച. ഏകദേശം 15 മുതൽ 18 കിലോ തേന് ഒരു പെട്ടിയിൽ നിന്ന് നമുക്ക് ഒരു വർഷത്തിൽ പിന്നെ ഉണ്ടാക്കാൻ പറ്റും. അത് കർഷകൻ്റെ കഴിവാണ് കേട്ടോ. എല്ലാതും കർഷകൻ്റെ കഴിവാണ്. അതും കർഷകൻ്റെ കഴിവാണ്. കർഷകൻ എങ്ങനെയാണോ ആ തേനീച്ചക്കൂട്ടിനെ പരിപാലിക്കുന്നതും ശ്രദ്ധിക്കുന്നതും എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തേനിൻ്റെ ഉൽപ്പാദനം കൂടുതലുണ്ടാകും. തേനീച്ച പെട്ടിയെല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷേ നമ്മളുടെ കർഷകരുടെ കഴിവിനനുസരിച്ചാണ് തേന് കൂടുതൽ കിട്ടുന്നത്. 10 പെട്ടി വെച്ചാൽ ഒരു 500 സ്ഥലത്ത് 10 ബോക്സ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? അടുത്ത 10 ബോക്സിന് നമുക്ക് അടുത്ത സ്ഥലം അന്വേഷിക്കണം. കാരണം ഒരേ ഭാഗത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ 20 ബോക്സ് ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഡിവൈഡ് ചെയ്തിട്ടുള്ളതേ കിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു സാധ്യതയാണ്. പിന്നെ റബ്ബർ മരങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എങ്ങനെ വേണമെന്നറിയോ? തൈമരം അല്ല ഉദ്ദേശിച്ചത് കേട്ടോ. ഏതാണ്ട് ടാപ്പിംഗ് തുടങ്ങിയ ഒരു 10 വർഷമായ മരങ്ങളാണ്. നമ്മൾ മരത്തിൻ്റെ കണക്കും കൂടി എടുക്കാനുണ്ട്. തൈമരത്തിൽ നിന്നല്ല, 10 വർഷം ടാപ്പിംഗ് ആയ മരങ്ങൾ. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അത്രയും വലിയ മരമായിരിക്കും. വലിയ മരങ്ങളാവണമെന്ന് മാത്രം. ചെറു തൈമരങ്ങളിൽ അത്ര വരില്ല. നമ്മൾ റബ്ബർ തോട്ടം എന്ന് പറയുമ്പോൾ റബ്ബറിൽ തേന് കിട്ടുമെന്ന് പറയുന്നത് താത്താന്ന് ക്ലാസ് എടുത്തപ്പോൾ ഇങ്ങനെയുള്ള പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിന് പറ്റില്ല. ഏതാണ്ട് ഒരു 10 വർഷം ടാപ്പിംഗ് ആയ മരങ്ങൾ അതിനാണ്. റോയിസല്ലേ പറഞ്ഞത്, ലാസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പിന്നെ തേനീച്ചകള് ഇപ്പൊ ഈ പിന്നെ കൂട്ടിന്ന് ഇറങ്ങി ഇപ്പൊ ഇങ്ങനെ ഈ ഒരു 5-6 തേനീച്ചകൾ കൈമറിഞ്ഞാണ് ഇപ്പൊ ഈ തേന് ഒരു തുള്ളി തേനിനെ ഈ ഒരു അറയിലേക്ക് നിറക്കുന്നത്. അതോടൊപ്പം പിന്നെ ഓരോ അറ നിറയാൻ വേണ്ടി അപ്പോൾ എത്ര എഫേർട്ട് എടുക്കണ്ടെന്നറിയാം. ഓരോ അറയുടെ വലിപ്പം നമുക്കറിയാലോ. തേനീച്ചയുടെ ആ ഓരോ അറയുടെ വലിപ്പം, ആ ഓരോ അറ നിറയാനും അത്രത്തോളം ടൈം എടുക്കും. എന്നിട്ട് പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യുമെന്നറിയോ? ലാസ്റ്റ് ഇതിത്തെ ജലാംശം പിന്നെയും നമുക്ക് തോന്നാം ഇത്രയും പിന്നെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടും വീണ്ടും കേരളത്തിലെ തേനിന് 24-23-24% വെള്ളം തന്നെയാണ്, ജലാംശം തന്നെയാണ് തേനില്ല. അതിനെ ആ 24-ക്കും 23-ക്കും എത്തിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുമെന്നറിയോ? ചിറകടിച്ച് ഒരു ഫാന് പോലെ ഒക്കെ രാത്രി കാലങ്ങളിൽ ചെയ്യുന്നതാണ്. ചിറകടിച്ച് അതിലത്തെ ജലാംശത്തിനെ നീക്കം ചെയ്ത് വീണ്ടും അവരെ ഉപയോഗിക്കുന്ന മെഴുക് ഉപയോഗിച്ച് ഇതിനെ സീൽ ചെയ്ത് വെക്കും. ആ സീൽ ചെയ്ത ശേഷമാണ് നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്ത് ചെയ്യുന്നത്. നമുക്കിങ്ങനെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ കാണിച്ചു തരാം. സീൽ ചെയ്തിട്ടുണ്ടാവും. ആ സീല് പിന്നെ ചെത്തി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചട്ടിൽ വെച്ചിട്ട് ഇതിനെ കറക്കിയെടുക്കുന്നത്. തേനൊരിക്കലും കൈ കൊണ്ട് തൊടാൻ പാടില്ല.